Hello dear JEEnius Community, നമ്മൾ JEE Main second phase വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടായിരിക്കും. ഇതിൻ്റെ തിയറി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള തിയറി ഒന്നുമില്ല. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ ലൈവിൽ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് JEE അഡ്വാൻസിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. പ്രീവിയസ് JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പം അഡ്വാൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അഡ്വാൻസിൻ്റെ കേട്ട് പേടിക്കണ്ട. കാരണം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം JEE മെയിൻ്റെ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അഡ്വാൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ JEE മെയിൻ്റെ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുകൊണ്ട് പേടിക്കണ്ട. This looks just like JEE Main class. Okay, JEE Main, JEE Main class. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കി, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കൂ. A system shown in the figure is in equilibrium and at rest. ഇവിടെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരു സ്പ്രിങ്ങും 2 മാസും പിന്നെ ഒരു സ്ട്രിങ്ങും ഉണ്ട്. അത് റെസ്റ്റിലാണെന്നാണ് പറയുന്നത്. The string is massless, inextensible and the spring is massless. Okay. The acceleration of mass 2m and m. എപ്പോൾ ജസ്റ്റ് ആഫ്റ്റർ ദ സ്ട്രിങ് ഈസ് കട്ട് വിൽ ബി. സ്ട്രിങ് ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. സ്പ്രിങ്ങിനെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. സ്ട്രിങ്ങിനെ ഇവിടെ കട്ട് ചെയ്യുമ്പം ഈ 2m ആക്സലറേഷൻ എത്രയാണ്, എമ്മിൻ്റെ ആക്സലറേഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 2m ആക്സലറേഷനും എമ്മിൻ്റെ ആക്സലറേഷനും കണ്ടുപിടിക്കണം. എപ്പോഴാണ്? സ്ട്രിങ് കട്ട് ചെയ്തതിന് ശേഷം. സ്ട്രിങ് കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്ട്രിങ്ങിലെ ടെൻഷൻ 0 ആവും. മനസ്സിലായോ? സ്ട്രിങ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്ട്രിങ്ങിൽ ടെൻഷൻ ഉണ്ട്. കട്ട് ചെയ്യുമ്പോൾ സ്ട്രിങ്ങിലെ ടെൻഷൻ 0 ആവും. പക്ഷേ സ്പ്രിങ്ങിലെ ടെൻഷൻ 0 ആവുന്നില്ല. കാരണം സ്പ്രിങ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ ലോജിക്കായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. സ്ട്രിങ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്നൊന്ന് എഴുതാം. ഇതാ, ഈ എം മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതായിരുന്നു? കട്ട് ചെയ്യുന്നതിന് മുമ്പ് mg ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലേ? അതുപോലെ ആ എം മാസിൽ ഈ സ്ട്രിങ് ഉള്ളത് കൊണ്ട് സ്ട്രിങ്ങിൻ്റെ ടെൻഷനും ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 2 ഫോഴ്സാണ് സ്മോൾ ലെറ്റർ എം മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനിയും 2m ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഓഫ് കോഴ്സ് ടെൻഷൻ ഉണ്ട്. സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ സെയിം ആയിരിക്കും. സെയിം സ്ട്രിങ് ആണ്, മാസിലെ സ്ട്രിങ് ആണ്. അതുകൊണ്ട് സ്ട്രിങ്ങിലെ ടെൻഷൻ ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. പിന്നെ ഈ 2m അതിൻ്റെ വെയിറ്റ് അതെത്രയാണ്? 2mg ആക്ട് ചെയ്യുന്നുണ്ട് താഴേക്ക്. പിന്നെ വേറൊരു സംഭവം ആക്ട് ചെയ്യുന്നുണ്ട്. ഏതാ? സ്പ്രിങ് ഇതിന് കൊടുക്കുന്ന ടെൻഷൻ. അതിനെ ഞാൻ T' എന്ന് വിളിക്കുന്നു. സ്പ്രിങ് കൊടുക്കുന്ന ടെൻഷൻ. നമ്മൾ KX എന്ന് പറയുന്ന ഫോഴ്സില്ലേ, F = KX - KX എന്ന് പറയുന്ന ഫോഴ്സിനെ ഞാനിവിടെ T' എന്ന് എഴുതി. ഇനി നോക്കിയേ, ഇത് ഇക്വിലിബ്രിയത്തിലാണ്. കട്ട് ചെയ്യുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. കട്ട് ചെയ്യുന്ന മുമ്പത്തെ ആലോചിക്കൂ. ഇത് ഇക്വിലിബ്രിയത്തിലല്ലേ കുട്ടികളെ? അപ്പോൾ നോക്കി, ഞാൻ T = mg എന്ന് എഴുതാം. T = mg. ആദ്യമേ നമുക്ക് എന്തൊക്കെ എഴുതാം നോക്കി. T = mg എന്നൊരു ഇക്വേഷൻ എഴുതാം. എന്തുകൊണ്ടാണ്? എം മാസ് ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട്. അതുപോലെ മുകളിലത്തെ മാസിൽ നോക്കിയാൽ ഈ 2m മാസിനെ നോക്കിയിട്ട് അതും ഇക്വിലിബ്രിയത്തിലല്ലേ? അതും ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? T'. മുകളിലോട്ടുള്ള ഫോഴ്സ് T'. താഴേക്കുള്ള ഫോഴ്സ് എത്രയാ? 2mg താഴേക്കാണ്. 2mgയും പിന്നെ ടെൻഷനും പ്ലസ് T എന്ന് പറഞ്ഞാൽ mg അല്ലേ? അപ്പം 2mg + mg 3mg. ഇതാണ് ഇപ്പോൾ ഉള്ളത്. സ്ട്രിങ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് സിറ്റുവേഷൻ. ഇനി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആലോചിച്ച് നോക്കൂ. കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ T എന്ന് പറയുന്ന സാധനം ഇല്ലാതെയാവും. ഈ Tയും ഇല്ലാതെയാവും. അപ്പോൾ ഇതിൽ നെറ്റ് ഫോഴ്സ് ഉണ്ടാവും. എത്രയാണ് ഇതിലെ നെറ്റ് ഫോഴ്സ്? mg. കാരണം T പോയി. അപ്പം ലെറ്റ് us write that mg F net mg. താഴേക്കുള്ള ഫോഴ്സ് ഞാൻ പോസിറ്റീവ് എടുത്തു. mg = ma എന്നുള്ളത് A1 എന്ന് എഴുതി. ഓക്കെ, ആക്സലറേഷൻ ഓഫ് ദിസ് വൺ ഞാൻ A1 എന്ന് എടുത്തു. അങ്ങനെ നമുക്ക് A1 കിട്ടി എന്ന് പറഞ്ഞാൽ എം മാസിൻ്റെ ആക്സലറേഷൻ കിട്ടി. A1 = g എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ദിസ് മാസ് ഗോസ് ഡൗൺ വിത്ത് ആക്സലറേഷൻ g. നോ ഡൗട്ട് അറ്റ് ഓൾ. അപ്പം എമ്മിൻ്റെ ആക്സലറേഷൻ കിട്ടി. ഇനി 2m ആക്സലറേഷനോടെ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ അപ്പർ ബ്ലോക്കില്ലേ, 2m മാസുള്ള ബ്ലോക്കിന് നെറ്റ് ഫോഴ്സ് F net = ma. ഞാൻ പറഞ്ഞു ഡൗൺവേർഡ് ഫോഴ്സ് ഞാൻ പോസിറ്റീവ് എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അപ്വേർഡ് ഫോഴ്സ് നെഗറ്റീവ് എടുക്കണം. ഡൗൺവേർഡ് ഫോഴ്സ് ഇതിൽ ഏതാണ്? സ്ട്രിങ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ടെൻഷൻ ഇല്ല.
ആലോചിച്ച് നോക്കൂ. പിന്നെ ഈ 2 mg ഡൗൺവേർഡ് അത് ഞാൻ പോസിറ്റീവ് എടുത്തു, 2 mg പോസിറ്റീവ് എടുത്തു, മൈനസ് എന്തുകൊണ്ടാണ് എടുത്ത അപ്വേർഡ് പോസ് ഞാൻ നെഗറ്റീവ് എടുക്കുന്നു. ടി ഡാഷ് ഈസ് ഈക്വൽ ടു എത്രയാ 2m മാസ് ടൈംസ് ആക്സലറേഷൻ. ആക്സലറേഷൻ A2 എന്ന് എടുക്കാം നമുക്ക്. ഞാൻ ചെയ്ത് എന്താ ന്യൂട്ടന്റെ ലോ അപ്ലൈ ചെയ്തു, F ഈസ് ഈക്വൽ ടു ma. F എന്ന് പറഞ്ഞാൽ എന്താ നെറ്റ് ഫോഴ്സ് എത്രയാണ് 2 mg താഴേക്ക് ടി ഡാഷ് മുകളിലേക്ക്. അപ്പം ഈ ടി ഡാഷ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി ഡാഷ് എത്രയാണ് 3 mg. അപ്പം 2 mg മൈനസ് 3 mg ഈസ് ഈക്വൽ ടു 2ma2. അപ്പം A2 എത്ര കിട്ടുന്നുണ്ട് കുട്ടികളെ? A2 സിമ്പിളായിട്ട് -g/2 എന്ന് കിട്ടി. ഈ മൈനസ് സൈൻ കാണിക്കുന്നത് എന്താ? നമ്മൾ ഏത് ഡയറക്ഷനാണ് പോസിറ്റീവ് എടുത്തത്? ഓർമ്മയുണ്ടോ? ഡൗൺവേർഡ് ഡയറക്ഷനാണ് നമ്മൾ പോസിറ്റീവ് എടുത്തത്. അപ്പം -g/2 ഇതിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്സിലറേഷൻ ഈസ് g/2 അപ്വേർഡ്. ദാറ്റ് മീൻസ് ദിസ് ഗോസ് അപ്പ് വിത്ത് ആക്സിലറേഷൻ g/2. ഇപ്പം നമ്മൾ ആൻസർ എന്ത് പറയണമെന്ന് മനസ്സിലായോ? നമ്മൾ പറയേണ്ട ആൻസർ g/2 അപ്വേർഡ്. ആരുടെ? 2m ആക്സിലറേഷൻ ആദ്യമേ പറയേണ്ടത്. 2m ആക്സിലറേഷൻ g/2 അപ്വേർഡ് ആണ്. അതുപോലെ എമ്മിന്റെ ആക്സിലറേഷൻ നമ്മൾ എത്രയാണ് കണ്ടത്? g ഡൗൺവേർഡ് ആണ്. സി ദിസ് ഇസ് ദ ആൻസർ. മനസ്സിലായോ കുട്ടികളെ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചാറ്റ് ചെയ്യാം. യു ക്യാൻ ചാറ്റ് വിത്ത് മീ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യൂ. ഡൗട്ട് എന്ത് വന്നാലും ചാറ്റ് ചെയ്യുക. ഓക്കെ. എന്തായാലും ഡൗട്ട് ഉണ്ടോ? ഇത് മനസ്സിലായോ? സ്പീഡ് കൂടി പോകുന്നുണ്ടോ? കോൺസെപ്റ്റ് മനസ്സിലായോ? നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു? ഈ സ്ട്രിങ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് ബോഡി ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സ്ട്രിങ്ങിലെ ടെൻഷൻ ഇല്ലാതെയാവും. ടി എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവും. പക്ഷേ സ്പ്രിങ്ങിലെ ടെൻഷൻ അതുപോലെ തന്നെ ഉണ്ടാവും. കാരണം എന്താ? സ്പ്രിങ് ഈസ് സ്റ്റിൽ എക്സ്റ്റെൻഡഡ്. രാജൻ സാർ നമസ്കാരം. ഓക്കെ, അപ്പോൾ ഈ സംഭവം കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഇത് നോക്കിയേ, ഇത് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിൽ ചെയ്യാം. ഞാനതിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ആദ്യമേ പറഞ്ഞുതരാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു മെത്തേഡോട് പറഞ്ഞുതരാം കേട്ടോ. ഇൻ ദ അറേഞ്ച്മെന്റ് ഷോൺ ഇൻ ദ ഫിഗർ ദ എൻഡ് P ആൻഡ് Q ഓഫ് ആൻ അൺസ്ട്രെച്ചബിൾ സ്ട്രിങ് മൂവ്സ് ഡൗൺ വിത്ത് യൂണിഫോം സ്പീഡ് u. ഇവിടെ പറഞ്ഞാൽ എന്താ അറിയാവോ? ഈ പോയിന്റിന്റെ വെലോസിറ്റി u ആണ് ഡൗൺവേർഡ്, ഈ പോയിന്റിന്റെ വെലോസിറ്റി u ആണ് ഡൗൺവേർഡ്. സിമെട്രിക് ആണ് സംഭവം. പുള്ളി A ആൻഡ് B ആർ ഫിക്സഡ്. ഈ രണ്ട് പുള്ളീസും ഉണ്ടല്ലോ, എയും ബിയും ഫിക്സഡ് ആണ്. മാസ് m മൂവ്സ് അപ്വേർഡ് വിത്ത് എ സ്പീഡ്. മാസ് എമ്മിന്റെ സ്പീഡ് എത്ര? യുവിന്റെ ടൈമിൽ പറയണം. നമുക്കറിയാവുന്ന സ്പീഡ് ഏതാ? നമ്മളോട് പറഞ്ഞിട്ടുള്ള സ്പീഡ് ഏതാണെന്ന് മനസ്സിലായോ? നമ്മളോട് പറഞ്ഞിട്ടുള്ള സ്പീഡ് ഇതിന് u ആണെന്നും ഇതിനും u ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് മാസ് എമ്മിന്റെ സ്പീഡാണ്. നിങ്ങൾക്കറിയാം മാസ് എം ഗോസ് അപ്പ് വിത്ത് സർട്ടൺ സ്പീഡ്. അതിനെ ഞാൻ v എന്ന് വിളിക്കുന്നു. v ഈസ് ദ സ്പീഡ് ഓഫ് ദ മാസ് എം. എന്തുകൊണ്ടാണ് അപ്വേർഡ് ആയിരിക്കും ഇതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് സോ സിമെട്രിക് അല്ലേ? അറ്റ് എവറി ടൈം ഇറ്റ് വിൽ മെയിൻറ്റെയിൻ ദ സിമെട്രിക് അറേഞ്ച്മെന്റ് ഓർ സിമെട്രിക് ഓറിയന്റേഷൻ. ദെയർഫോർ ഇറ്റ് സ്പീഡ് മസ്റ്റ് ബി അപ്വേർഡ്. ഫസ്റ്റ് തിങ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ അറിയാമോ? ഈ സ്ട്രിങ്ങിന്റെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റുകളുടെ വെലോസിറ്റി എലോങ് ദ സ്ട്രിങ് സെയിം ആയിരിക്കണം. അപ്പോൾ എലോങ് ദ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ വെലോസിറ്റി സെയിം ആയിരിക്കണം. ഇവിടെ ഈ പോയിന്റിൽ u ആണെങ്കിൽ ഈ പോയിന്റിലും u ആണ്, ഈ പോയിന്റിലും u ആണ്. ഇവിടെ ഒരിടത്തും സ്ലിപ്പിംഗ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ സ്ട്രിങ് ഇതിൽ വ്രാപ്പ് ചെയ്തത് കൊണ്ട് ഈ പോയിന്റ് സ്ട്രിങ്ങിന്റെ ഏത് പോയിന്റ് എടുത്താലും, കോണ്ടാക്റ്റ് ഉള്ള ഏത് പോയിന്റ് എടുത്താലും u തന്നെയായിരിക്കും വെലോസിറ്റി. അപ്പം ഞാൻ ഇവിടെ ഈ പോയിന്റ് എടുക്കുക, ആ പോയിന്റ് പുള്ളിയുമായിട്ട് കോണ്ടാക്റ്റിലല്ലേ, ആ പോയിന്റിന്റെയും വെലോസിറ്റി u ആയിരിക്കും. എങ്ങനെ? ടാൻജൻഷ്യൽ ടു ദ സ്ട്രിങ് ആയിരിക്കും, u ആയിരിക്കും അതിന്റെ വെലോസിറ്റി. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏത് പോയിന്റ് എടുത്താലും u ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഈ പോയിന്റ് എടുത്തിട്ട് ഇവിടുത്തെ വെലോസിറ്റി u ആണെന്ന് പറയരുത്. അവിടുത്തെ വെലോസിറ്റി u ആയിരിക്കില്ല. കാരണം എന്താ? ആ പോയിന്റ് വെലോസിറ്റി മേ ബി സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റിയുടെ ഒരു കമ്പോണന്റ് u ആയിരിക്കും എന്നേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിന്റെ വെലോസിറ്റി എടുത്തിട്ട് ആ വെലോസിറ്റിയെ രണ്ട് കമ്പോണന്റ് ആക്കുക. വൺ എലോങ് ദ സ്ട്രിങ്ങും വൺ പെർപെൻഡിക്കുലർ ടു ദ സ്ട്രിങ്ങും ആയിരിക്കുക. എലോങ് ദ സ്ട്രിങ് വെലോസിറ്റി സെയിം ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് നോക്കി, ഈ പോയിന്റ് ഈ മാസിന്റെ വെലോസിറ്റി എത്രയാണ് ഞാൻ പറഞ്ഞത്? v ആണ്. ഈ സ്ട്രിങ് മാസുമായിട്ട് കോണ്ടാക്റ്റിലാണ്. അപ്പൊ ഈ സ്ട്രിങ്ങിന്റെ ഈ പോയിന്റിലെ എൻഡ് പോയിന്റിന്റെ വെലോസിറ്റിയും എത്രയായിരിക്കും? v ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു സ്ട്രിങ് കിട്ടി. നോക്കിയേ, ഒരു സ്ട്രിങ്ങിന്റെ പീസ് ഇവിടെ നോക്കൂ. സ്ട്രിങ്ങിന്റെ പീസ്, ആ രണ്ട് എൻഡുകളുടെയും വെലോസിറ്റി നമുക്കറിയാം. ഇവിടെ എത്രയാണെന്നറിയാം? v ആണ് വെലോസിറ്റി എന്നറിയാം. ഇവിടുത്തെ വെലോസിറ്റി u ആണ്, ടാൻജൻഷ്യൽ ആണെന്നും അറിയാം.
അപ്പം ഞാൻ പറഞ്ഞില്ലേ സ്ട്രിങ്ങിൻ്റെ വെലോസിറ്റി എലോങ് ഇറ്റ്സ് ലെങ്ത് മസ്റ്റ് ബി എലോങ് ദ സ്ട്രിങ് മസ്റ്റ് ബി സെയിം എന്ന് പറഞ്ഞാൽ എന്താ വിയുടെ കമ്പോണൻ്റ് ഉണ്ടല്ലോ വിയുടെ സ്ട്രിങ്ങിൻ്റെ എലോങ് ആയിട്ടുള്ള കമ്പോണൻറ്റ് വി കോസ് തീറ്റ യുവിന് ഈക്വൽ ആയിരിക്കണം ദാറ്റ് ഇസ് ദ തിങ് സോ സിമ്പിൾ വി കോസ് തീറ്റ ഈസ് ദ വെലോസിറ്റി കമ്പോണൻറ്റ് എലോങ് ദ സ്ട്രിങ് ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു യു വി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ വി മസ്റ്റ് ബി ഈക്വൽ ടു യു ബൈ കോസ് തീറ്റ ദാറ്റ്സ് ആൻസർ യു ബൈ കോസ് തീറ്റ സോ സിമ്പിൾ അല്ലേ യു ബൈ കോസ് തീറ്റ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക് വെലോസിറ്റി നിങ്ങളൊരു റിജിഡ് ബോഡി ഇങ്ങനെ ആലോചിച്ച് നോക്കി ഒരു റിജിഡ് ബോഡിയെ കുറിച്ച് ഞാൻ പറയാം സി ഇതൊരു റിജിഡ് ബോഡി ആണെന്ന് വിചാരിക്കുക ഈ എൻഡിൻ്റെ വെലോസിറ്റി V1 ആണ് എന്ന് വിചാരിക്കുക ഈ എൻഡിൻ്റെ വെലോസിറ്റി V2 ആണെന്ന് വിചാരിക്കുക പക്ഷേ V1ൻ്റെ കമ്പോണൻറ്റ് എലോങ് ദ സ്ട്രിങ്ങും അല്ലെങ്കിൽ എലോങ് ദ റിജിഡ് ബോഡിയും V2ൻ്റെ കമ്പോണൻറ്റ് എലോങ് ദ റിജിഡ് ബോഡിയും ഈക്വൽ ആയിരിക്കണം ഇത് θ1 ആണെന്ന് വിചാരിക്കുക അപ്പോൾ V1 cos θ1 മസ്റ്റ് ബി ഈക്വൽ ടു θ2 ആണെന്ന് വിചാരിക്കുക V2 cos θ2 the velocity component along the string or along the rigid body must be same. That is what I applied. ഇനി ഇത് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതൊരു കൺസ്ട്രെയിൻഡ് മോഷനാണ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ ഉണ്ടാക്കി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാം എന്താണ് ഈ കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ എന്ന് ഞാൻ പറയുന്നത് ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കിയ കുട്ടികളെ ലുക്ക് അറ്റ് ദിസ് ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ നോക്കൂ ഞാനിപ്പോൾ വരച്ച ഈ ട്രയാങ്കിൾ ശ്രദ്ധിച്ചോ എന്നിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സൈഡിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു ഈ സൈഡിനെ എക്സ് എന്ന് വിളിക്കുന്നു ഈ സൈഡിനെ വൈ എന്ന് വിളിക്കുന്നു ഇതിനെ ഇസഡ് എന്ന് വിളിക്കുന്നു അപ്പം ഈ സിസ്റ്റം ഏത് ഓറിയൻറ്റേഷൻ ആണെങ്കിലും ഈ ഇസഡ് എന്ന് പറയുന്ന സാധനം മാറില്ല ഇസഡ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ ഇസഡ് ഡസൻ ചേഞ്ച് വൈ ചേഞ്ചസ് വിത്ത് ടൈം ആൻഡ് എക്സ് ഓൾസോ ചേഞ്ചസ് വിത്ത് ടൈം അപ്പോൾ വൈ എക്സ് ഇസഡ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ആലോചിക്കുക ഉണ്ടെങ്കിൽ മോഷൻ കൺസ്ട്രെയിൻഡ് ആയിരിക്കും മോഷൻ വിൽ ബി കൺസ്ട്രെയിൻഡ് ഓക്കെ അപ്പം എന്താ റിലേഷൻ പൈതഗോറസ് തിയറം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ഇല്ലേ എക്സ് സ്ക്വയർ പ്ലസ് ലുക്ക് ഹിയർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ അങ്ങനെയല്ലേ വരിക ഇത് ഈ സാധനം ടൈം ഡിപ്പെൻഡൻ്റ് അല്ല ദിസ് ഈസ് നോട്ട് ചേഞ്ചിങ് ഇത് ചേഞ്ച് ചെയ്യുന്നു അതുകൊണ്ടാണ് വൈ ചേഞ്ച് ചെയ്യുന്നത് അപ്പം വാട്ട് ഈസ് ഹാപ്പനിങ് ടു എക്സ് ആൻഡ് വൈ വിത്ത് റെസ്പെക്ട് ടു ടൈം എക്സ് ആൻഡ് വൈ ആർ ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം ദെർഫോർ യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ 2x dx dt അതാണ് അതിൻ്റെ ഡെറിവേറ്റീവ് ഇസഡ് സ്ക്വയറിനെ നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ 0 കിട്ടുള്ളൂ 2z dz dt 0 ആണ് അതുകൊണ്ട് 0 കിട്ടും ഈസ് ഈക്വൽ ടു വൈനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് 2y dy dt ഇതല്ലേ കിട്ടുക 2 എല്ലായിടത്തുനിന്നും വെട്ടിക്കളയാം നമുക്ക് വേണ്ട dx dt ആണ് dx dt is what we are looking for that is equal to y by x dy dt എന്താണ് കുട്ടികളെ dy dt എന്ന് പറഞ്ഞാൽ u ആണ് dx dt ആണ് നമുക്ക് വേണ്ടത് അപ്പം നിങ്ങൾക്ക് dx dt which is v അതാണ് നമുക്ക് വേണ്ടത് is equal to എന്താണ് u divided by x by y എന്ന് എഴുതാം x by y u ഡിവൈഡഡ് ബൈ എക്സ് ബൈ വൈ കാരണം എന്താണ് ഡിവൈ ഡി ടി എന്ന് പറഞ്ഞ യു ആണ് ഈ പോയിന്റിന്റെ വെലോസിറ്റി ആണ് എന്ന് പറഞ്ഞാൽ വൈയിൽ വരുന്ന ചേഞ്ച് ടൈം ഡെറിവേറ്റീവ് ഓഫ് വൈ യു ആണ് ടൈം ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണ് നമുക്ക് വേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ എക്സ് ബൈ വൈ എന്ന് എഴുതിയത് എന്താ എക്സ് ബൈ വൈ എന്ന് പറയുന്നത് കോസ് തീറ്റ അല്ലേ കുട്ടികളെ ദെർഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് കിട്ടി യു ഡിവൈഡഡ് ബൈ കോസ് തീറ്റ അങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ വേണേലും ചെയ്യാം ഇതാണ് എളുപ്പം ഇതൊറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസറിലെത്താം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഉണ്ടാക്കി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇക്വേഷനിലെത്തണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ രണ്ട് മെത്തേഡിൽ ഞാൻ പറഞ്ഞു തന്നു വേറെ മെത്തേഡ് ഉണ്ട് കേട്ടോ അനദർ മെത്തേഡ് ആർ ഓൾസോ ദെയർ ബട്ട് ദീസ് ടു ആർ പോപ്പുലർ ആൻഡ് ഈസിയർ മെത്തേഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ എ സ്ട്രിംഗ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഗോയിങ് ഓവർ എ ക്ലാംപ്ഡ് പുള്ളി ഓഫ് മാസ് m support block of mass capital letter M shown in the figure. The force on the pulley by the clamp is force on the pulley by the clamp. ഈ ക്ലാമ്പ് പുള്ളിക്ക് കൊടുക്കുന്ന ഫോഴ്സ് റിയാക്ഷൻ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അതിനൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം ഈ പുള്ളിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം കാണിക്കാം ഒന്ന് എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്ട് ഫോഴ്സ് ടെൻഷൻ ഉണ്ട് ടെൻഷൻ ടി അവിടെ ടെൻഷൻ ടി ഉണ്ട് ഇവിടെയും ടെൻഷൻ ടി ഉണ്ടാവും ബിക്കോസ് അനദർ കോണ്ടാക്ട് ഈസ് ഹിയർ ഇനിയും എന്താ സംഭവം എന്ന് ചോദിച്ചാൽ
ഈ പുള്ളിയെ എർത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് എത്രയാണ്? mg. മാത്രമല്ല ഈ പുള്ളി ക്ലാമ്പുമായിട്ട് കോണ്ടാക്റ്റിലാണ്. കോണ്ടാക്റ്റിലായതുകൊണ്ട് ദർ വിൽ ബി എ റിയാക്ഷൻ ഫോഴ്സ് R. ഈ R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ റിയാക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഒന്നും എനിക്കറിയില്ല. ഐ ഹാവ് ടേക്കൺ ഇറ്റ് ആസ് R. ഓക്കെ, ഒരു ആർബിട്രറി ഡയറക്ഷനിൽ ഞാൻ എടുത്തു. എനിക്ക് ഈ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ഫോഴ്സ് ഓൺ ദ പുള്ളി ബൈ ദ ക്ലാം. ഫോഴ്സ് ഓൺ ദ പുള്ളി ബൈ ദ ക്ലാം. ക്ലാം പുള്ളിക്ക് കൊടുക്കുന്ന ഫോഴ്സ്. വേണേൽ തിരിച്ചും ചോദിക്കാം. ഫോഴ്സ് ഓൺ ദ ക്ലാം ബൈ ദ പുള്ളി ചോദിച്ചാലും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യും. കണ്ടുപിടിച്ചിട്ട് ഫോഴ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആയിരിക്കും. എ ബിക്ക് കൊടുക്കുന്ന ഫോഴ്സ് തന്നെയായിരിക്കും ബി എക്കും കൊടുക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ഓൺ ദ പുള്ളി ബൈ ദ ക്ലാമ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഫോഴ്സ് ഓൺ ദ ക്ലാമ്പ് ബൈ ദ പുള്ളി കണ്ടുപിടിക്കാൻ പറഞ്ഞാലും മെത്തേഡ് ഈ സെയിം. ദ ഫോഴ്സസിന്റെ ഡയറക്ഷൻ മാത്രം ഓപ്പോസിറ്റ് ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഹൗ ടു ഡു ദിസ്? ഈ ഫോഴ്സ്, ഈ പുള്ളി റെസ്റ്റിലല്ലേ കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലല്ലേ, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലല്ലേ. അപ്പം നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. ശരിയല്ലേ? അപ്പം നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് R. ഓക്കെ, വെക്ടർ R ഞാൻ വെക്ടറിൽ എഴുതുക പ്ലസ്. കാരണം പല ഫോഴ്സും പല ഡയറക്ഷനാണ്. മാഗ്നിറ്റ്യൂഡ് വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ ഡയറക്ഷൻ ഞാൻ I ഡയറക്ഷൻ എടുത്തു. I. അപ്പം TI. ഓക്കെ, ഞാൻ താഴേക്കുള്ള ഡയറക്ഷൻ J എടുത്തു. ഇത് J ഡയറക്ഷൻ എടുത്തു. അപ്പോൾ എത്രയാണ്? T പ്ലസ് mg J. That is the net force, and that force should be 0. Why should that be 0? Because pulley is at rest. Net force must be 0. എനിക്ക് ആരാണ് വേണ്ടത്? R വെക്ടറിൽ എഴുതുകയാണെങ്കിൽ മൈനസ് ഇതിനെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ TI പ്ലസ് mg what? J, and that should be kept in bracket. ഇനി ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. യു ആർ ലുക്കിംഗ് ഫോർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിയാക്ഷൻ ഫോഴ്സ്. അത് സിമ്പിളായിട്ട് എടുക്കാൻ അറിയില്ലേ? റൂട്ട് ടി സ്ക്വയർ പ്ലസ് ടി പ്ലസ് mg ഹോൾ സ്ക്വയർ. ഇനിയും തിങ്ക് യുവർ സെൽഫ്, വാട്ട് ഈസ് ടി? ടി എന്താണെന്ന് അറിയണമെങ്കിൽ ഈ മാസിലേക്ക് നോക്കൂ. ആ മാസിലേക്ക് നോക്കുമ്പം അതും റെസ്റ്റിലാണ്, അല്ലെങ്കിൽ അതും ഇക്വിലിബ്രിയത്തിലാണ്. അപ്പം ടി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? mgക്ക് ഈക്വൽ ആയിരിക്കും. T is equal to mg. That should also be known to you. T must be equal to what? mg. mg ക്ക് ഈക്വൽ. ഇനി നമുക്ക് ആ mg, ഏത് mg? ക്യാപിറ്റൽ ലെറ്റർ mg. സ്മോൾ ലെറ്റർ m എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ മാസാണ്. ക്യാപിറ്റൽ ലെറ്റർ m ആണ് ആ ഹാങ് ചെയ്യുന്ന ബോഡിയുടെ മാസ്. അപ്പം ക്യാപിറ്റൽ ലെറ്റർ mg. ദെൻ g നിങ്ങൾക്ക് പുറത്തേക്ക് ഇടാം അല്ലേ? എന്ത് വരുമെന്ന് ആലോചിച്ച് നോക്കി. ക്യാപിറ്റൽ ലെറ്റർ m സ്ക്വയർ, ഇങ്ങനെയല്ലേ വരുന്നത്? ക്യാപിറ്റൽ ലെറ്റർ m സ്ക്വയർ പ്ലസ് T, ക്യാപിറ്റൽ ലെറ്റർ M പ്ലസ് സ്മോൾ ലെറ്റർ m ഹോൾ സ്ക്വയർ. G സ്ക്വയർ ഞാൻ എനിക്ക് പുറത്തേക്ക് ഇടുകയാണ് ഇൻറ്റു G. ഇറ്റ് ക്യാൻ ബി റിട്ടേൺ സോ. ടിക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നോക്കി. ക്യാപിറ്റൽ ലെറ്റർ m സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ലെറ്റർ പ്ലസ് സ്മോൾ ലെറ്റർ m ഹോൾ സ്ക്വയർ. T ഔട്ട് സൈഡ്. ഹിയർ ഈസ് ദ ആൻസർ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ ക്ലാമ്പ് ബൈ ദ പുള്ളി എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ആൻസർ. മാഗ്നിറ്റ്യൂഡ് രണ്ട് സെയിം ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഫെയർലി സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഫെയർലി സിമ്പിൾ. നോക്കിയേ, ദ പുള്ളി ആൻഡ് ദ സ്ട്രിങ് ഷോൺ ആർ സ്മൂത്ത് ആൻഡ് നെഗ്ലിജിബിൾ മാസ്. പുള്ളിക്കും സ്ട്രിങ്ങിനും ഒന്നും നെഗ്ലിജിബിൾ ആയിട്ടുള്ള മാസാണ്. ഐഡിയൽ സ്ട്രിങ്ങും ഐഡിയൽ പുള്ളിയുമാണ്. ഇനി എന്താണ് പറയുന്നത് ആലോചിച്ച് നോക്കി. ഫോർ ദ സിസ്റ്റം ടു റീമെയിൻ ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ റീമെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. ആംഗിൾ തീറ്റ എത്രയായിരിക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമുക്ക് കാണിക്കാം. ഈ റൂട്ട് 2m ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ റൂട്ട് 2mg ഈസ് ആക്ടിങ് ഡൗൺവേർഡ്. ആൻഡ് ബൈ സിമെട്രി ഈ രണ്ട് സ്ട്രിങ്ങിലെയും ടെൻഷൻ സെയിം ആയിരിക്കും. ഇത് രണ്ട് സെപ്പറേറ്റ് സ്ട്രിങ് ആയിട്ട് നിങ്ങൾ കരുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആയിട്ട് കരുതുകയാണെങ്കിലും എന്താണ് ടെൻഷൻ സിമെട്രി പ്രകാരം രണ്ടിലും T ആയിരിക്കും. അല്ലാണ്ട് ഒന്നിൽ T1 ഒന്നിൽ T2 ആയിരിക്കില്ല. കാരണം ദിസ് സിസ്റ്റം ഈസ് സിമെട്രിക് അബൌട്ട് ദിസ് ലൈൻ, അതുകൊണ്ട് ടെൻഷൻ സെയിം ആയിരിക്കും. ഇനി നോക്കിയേ, ഈ സംഭവം ഇക്വിലിബ്രിയത്തിലല്ലേ കുട്ടികളെ? അതെ. അപ്പോൾ അതിലേക്ക് മുകളിലോട്ടുള്ള ഫോഴ്സ് ഏതാ? ടിയുടെ രണ്ട് കമ്പോണന്റ്. ഹൊറിസോണ്ടൽ ഫോഴ്സ് ക്യാൻസൽ ആകും കേട്ടോ. ടിയുടെ സൈൻ കമ്പോണന്റ് ഇത് കണ്ടോ, T സൈൻ തീറ്റ, ഈ T സൈൻ തീറ്റ, ഇത് ക്യാൻസൽ ആവും.
നെറ്റ് ഫോഴ്സ് അല്ല വെർട്ടിക്കൽ ഫോഴ്സ് നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുക. വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയാണ് ഉള്ളത്? ഒരെണ്ണം താഴേക്കുണ്ട്, √2 mg ഉണ്ട്. രണ്ടാമത്തെ എന്താണ്? ടി യുടെ കൊസൈൻ കമ്പോണൻറ്റ്, 2 കമ്പോണൻ്റ് ആണ്. 2t cos θ മസ്റ്റ് ബി ഈക്വൽ ടു വാട്ട്? താഴേക്കുള്ള ഫോഴ്സ്. താഴേക്കുള്ള ഫോഴ്സ് എത്രയാണ്? √2 what mg. ഇനി ടി എന്താണെന്ന് കണ്ടുപിടിക്കണം. ടി എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ മാസ് നോക്കി, ഈ മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? ആ മാസിൽ ആക്ട് ചെയ്യുന്ന mg. പിന്നെ ഈ സ്ട്രിങ്ങിൽ അതേ ടെൻഷൻ ആയിരിക്കും ടി. അപ്പം ടി എന്ന് പറയുന്നത് എന്താ? mgക്ക് ഈക്വൽ ആണ്. ടി ഈസ് ഈക്വൽ ടു mg. വേറൊരു ഇക്വേഷനോട് എനിക്ക് എഴുതാം. ടി ഈസ് ഈക്വൽ ടു mg. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ ടിയും mgയും നമുക്ക് വെട്ടിക്കളയാം. ടിയും mgയും വെട്ടിക്കളയാം. അങ്ങനെ cos θ ഈസ് ഈക്വൽ ടു 1/√2 എന്നല്ലേ കിട്ടുക? √2 / 2 എന്ന് പറഞ്ഞാൽ 1/√2. θ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടി. 45 ഡിഗ്രി. ഹിയർ ഈസ് ദ ആൻസർ, 45. θ ഈസ് ഈക്വൽ ടു 45. സിമ്പിളാണ് അല്ലേ? ജസ്റ്റ് ഇക്വിലിബ്രിയം, ഫോഴ്സസ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആൻസർ എത്താം. ഇനി അടുത്ത് നോക്കൂ. ഇത് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കൂ, ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ്. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. എ ഷിപ്പ് ഓഫ് മാസ് തന്നിട്ടുണ്ട് കുട്ടികളെ. ഇനീഷ്യലി അറ്റ് റെസ്റ്റ്, ഇനീഷ്യൽ റെസ്റ്റിലാണ്. ഈസ് പുൾഡ് ബൈ എ ഫോഴ്സും തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറയുന്നു. വാട്ടറിന് റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ സ്പീഡ് ഓഫ് ദ ഷിപ്പ് എത്ര? നിങ്ങൾ ആക്സലേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് v² - u² = 2as. അങ്ങനെ നിങ്ങൾക്ക് v കിട്ടും. കാരണം u0 ആണ്. ഏതാണ്? ആക്സലേഷൻ കണ്ടുപിടിക്കുക. ഫോഴ്സിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആക്സലേഷൻ കിട്ടി. പിന്നെ v² - u² = 2as. അങ്ങനെ വേണം കണ്ടുപിടിക്കുക. ഞാൻ വേറൊരു മെത്തേഡിൽ കണ്ടുപിടിക്കുക. ഏതാണെന്നറിയാമോ? വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡൺ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ΔK ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എത്രയാണ്? ½ mv² - 0. കാരണം ഇനീഷ്യലി 0 ആണ് എൻ്റെ കൈനറ്റിക് എനർജി. ഈസ് ഈക്വൽ ടു ഈ ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് F ഇൻറ്റു ഡി. അപ്പോൾ എനിക്ക് v ആണ് വേണ്ടത്. v വേണമെങ്കിൽ എന്താ? F2f d divided by m under square root. Let me substitute 2 അതുപോലെ എഴുതി. എഫ് എത്രയായിരുന്നു? 5 × 10⁴. ഡി എത്രയാണ് കുട്ടികളെ? 3 ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ്? 3 × 10⁷. അപ്പോൾ നമുക്ക് ഈ 3 ഇവിടെ ക്യാൻസൽ ചെയ്യാം. നോക്കിക്കേ, 3 ക്യാൻസൽ ചെയ്തു. അതുപോലെ 2 5s are 10. അപ്പം 10⁵ മുകളിലും 10⁷ താഴെയും വരുമ്പോൾ നമുക്ക് √10⁻² എന്ന് വരും. √10⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻1. Therefore velocity is equal to 0.1 meter per second. 0.1 meter per second. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1980 JEE അഡ്വാൻസ് ചോദിച്ചു കേട്ടോ. 1980 വർഷങ്ങൾക്ക് മുമ്പ്. Now, ആ 2023 ക്വസ്റ്റ്യൻസേ 2023 phase 1 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്. യു ക്യാൻ ഗോ ആൻഡ് വാച്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നോക്കിയ കുട്ടികളെ, എ ബ്ലോക്ക് ഓഫ് മാസ് m is in an inclined plane of angle theta. Coefficient of friction between the block and the plane is mu and tan theta greater than mu. Tan theta greater than mu ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സാധനം സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വരും. ഓക്കെ, എന്താണ് കണ്ടീഷൻ ഫോർ നോട്ട് സ്ലിപ്പിംഗ്? mu must be greater than or equal to tan theta. Angle of repose mu must be greater than or equal to tan theta ആണെങ്കിൽ ഈ ബ്ലോക്ക് ഇവിടെ ഇരിക്കും. ഫ്രിക്ഷൻ ഉണ്ട് എങ്കിൽ ഈ ബ്ലോക്ക് ഇവിടെ ഇരിക്കും, ഇല്ലേ? പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നോക്കൂ, tan theta greater than mu. That means the block will not stay there. It will slip down. That means frictional force is not sufficient to hold it. രണ്ട് ഫോഴ്സ് ഉണ്ടാവും. എന്താ? mg sin theta, ഫ്രിക്ഷണൽ ഫോഴ്സ് mu mg cos theta. അതായത് രണ്ട് ഈക്വൽ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അതവിടെ ഇരിക്കുക. മനസ്സിലായോ? അപ്പം ഇവിടുത്തെ സിറ്റുവേഷനിൽ ഇറ്റ് വിൽ സ്ലിപ്പ് ഡൗൺ. ദ ബ്ലോക്ക് ഈസ് ഹെൽഡ് സ്റ്റേഷനറി ബൈ അപ്ലൈയിങ് ഫോഴ്സ് P. അതുകൊണ്ട് ഈ ബ്ലോക്കിനെ താഴേക്ക് വരാണ്ട് ഒരു പി ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുക. ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പോയിന്റിങ് അപ്പ്
the plane is taken to be positive. എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. ടേക്ക് ദിസ് ഡയറക്ഷൻ പോസിറ്റീവ്. ക്വസ്റ്റ്യൻ പറയുന്നു ആ ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കാൻ. പി ഈസ് വേരിഡ് ഫ്രം P1. പിയുടെ ബൗണ്ടറി നോക്ക്. P is varied from P1. P1 is here to P2. P2 is here. ഇത് രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആട്ടോ. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ടാൻ തീറ്റ ഗ്രേറ്റർ ദാൻ മ്യൂ ആണെങ്കിൽ ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് യു ക്യാൻ ഈസിലി ഷോ. അതുപോലെ ഇതും ഗ്രേറ്റർ ദാൻ 0 ആണ്. എന്ന് പറഞ്ഞാൽ യു ആർ അപ്ലൈങ് എ പോസിറ്റീവ് ഫോഴ്സ്, സർട്ടൻ പോസിറ്റീവ് ഫോഴ്സ്. ഇനി നോക്കിയേ, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് വേഴ്സസ് പി ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക്. ഈ ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വേരിയബിൾ ഫോഴ്സ് ആണ്. അതിൻ്റെ ബൗണ്ടറിയാണിത്. ഇവിടം തൊട്ട് ഇവിടം വരെ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്ര, എങ്ങനെ എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പം ഈ സാധനം എങ്ങനെയാണ്? സ്റ്റേഷനറി അല്ലേ? അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യാം. ഏതാണ്? താഴേക്ക് ഫോഴ്സ് എത്രയാ? mg sin തീറ്റ. മുകളിലോട്ട് ഏതാ ഫോഴ്സ്? P. മുകളിലേക്ക് P പോസിറ്റീവ്, താഴേക്ക് mg sin തീറ്റ. താഴേക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏതാ? ഡൗൺ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ mg sin തീറ്റ. അത് നെഗറ്റീവാണ്. പിന്നെ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവാതിരിക്കാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. ഓക്കെ, ഇംബെൻഡിങ് റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ഇംബെൻഡിങ് റിലേറ്റീവ് മോഷൻ ഇല്ല എങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവില്ല. അത് എങ്ങോട്ടാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാവോ? അതൊരു പോസിറ്റീവായിട്ടെന്ന് പറഞ്ഞാൽ മുകളിലേക്കായിട്ട് കരുതുന്നു. മുകളിലോട്ടാണോ നിർബന്ധമില്ല. അൺനോൺ ക്വാണ്ടിറ്റി എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടാണ് എഴുതുന്നത്, നിങ്ങൾക്കറിയാം. ഓക്കെ, അതുകൊണ്ട് പ്ലസ് എഫ്. എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫ്രിക്ഷൻ ഫോഴ്സ്. ഈ ഫോഴ്സ് എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ എത്ര കിട്ടണം? ഇറ്റ് മസ്റ്റ് ബി 0. ഈ ഫോഴ്സ് എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ 0 കിട്ടണം. ഞാൻ എന്താ ചെയ്തേ? പാരലൽ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഏതൊക്കെ ഫോഴ്സ് ഉണ്ടോ അതിനെ ബാലൻസ് ചെയ്തു. കാരണം ഇത് ഇക്വിലിബ്രിയത്തിലാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എനിക്ക് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഗ്രാഫാണ് വേണ്ടത്. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ -P പ്ലസ് mg വാട്ട് സൈൻ തീറ്റ. അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. നോക്കൂ കുട്ടികളെ, P വേരിയബിൾ ആണ്, P ഈസ് ചേഞ്ചിങ് വേരിയബിൾ ആണ്, mg സൈൻ തീറ്റ കോൺസ്റ്റന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിലെ ഗ്രാഫാണ്. mx എന്ന് പറയുന്ന സാധനം ഇതാണ് mx. പിയുടെ സ്ഥാനത്ത് x ആണെന്ന് വിചാരിച്ചോ, x വിച്ച് ഈസ് വേരിയബിൾ. ആ എക്സ് വേരി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയാണ്, ഇവിടം മുതൽ ഇവിടം വരെയാണ്. നോക്കിയാൽ നമുക്കൊരു കാര്യം ചെയ്യാം. F1 ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാം. F1 എത്രയാണ്? പിക്ക് ഈ സാധനം കൊടുക്കൂ, P1 കൊടുക്കൂ. പിക്ക് P1 കൊടുക്കുകയാണെങ്കിൽ F1 കിട്ടും. കൊടുത്താൽ എത്ര കിട്ടും? നോക്കിയേ, മൈനസ് അത് പോയി പ്ലസ് mg കോസ് തീറ്റ എന്ന് കിട്ടും. വാട്ട് യു വിൽ ഗെറ്റ് ഈസ് μmg കോസ് തീറ്റ എന്ന് കിട്ടി P1 കൊടുക്കുമ്പോൾ. അതുപോലെ F എന്ന് പറഞ്ഞാൽ എഫിൻ്റെ റേഞ്ച് നമുക്ക് കിട്ടി. റേഞ്ച് F2 ഏതാണ്? F2 വേണമെങ്കിൽ നിങ്ങൾ ഇത് കൊടുക്കൂ, P2 കൊടുക്കൂ. അപ്പോൾ നമുക്ക് F2 കിട്ടും. P2 കൊടുക്കുമ്പോൾ അത് കൊടുക്കുമ്പോൾ എത്ര കിട്ടി? മൈനസ് μmg കോസ് തീറ്റ. എന്ന് പറഞ്ഞാൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്നും അതിൻ്റെ റേഞ്ചും നമുക്ക് കിട്ടി. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, റേഞ്ചും കിട്ടിക്കഴിഞ്ഞു. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് വിത്ത് പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എത്തുന്നു അല്ലേ? സ്റ്റാർട്ടിങ് വിത്ത് പോസിറ്റീവ് കണ്ടോ, സം പോസിറ്റീവ് ക്വാണ്ടിറ്റി സ്റ്റാർട്ട് ചെയ്ത് സം നെഗറ്റീവ് ക്വാണ്ടിറ്റി എത്തുന്നു. അപ്പോൾ ഗ്രാഫ് മസ്റ്റ് ബി ദിസ് വൺ. ഗ്രാഫ് ഈസ് ദിസ് വൺ. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, ഈ പി mg സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണെങ്കിൽ, ഈ അപ്ലൈഡ് ഫോഴ്സ് mg സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും? ഫ്രിക്ഷൻ ഫോഴ്സ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്രിക്ഷൻ ഫോഴ്സ് മുകളിലോട്ടാവാം. ഇനീഷ്യലി മുകളിലോട്ടായിരുന്നു, പിന്നെ അത് കുറഞ്ഞ് 0 ആയി. ഇനീഷ്യലി മുകളിലോട്ടായിരുന്നു, പോസിറ്റീവായിരുന്നു, കുറഞ്ഞ് 0 ആയി. പിന്നെ എന്ത് സംഭവിച്ചു? ഫ്രിക്ഷൻ ഫോഴ്സ് ജസ്റ്റ് താഴേക്കായി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഗ്രാഫ് അതാണ്, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, എ ബ്ലോക്ക് ഓഫ് മാസ് 0.1 kg ഈസ് ഹെൽഡ് അഗൻസ്റ്റ് എ വാൾ by applying horizontal force 5 Newton on the block. If coefficient of friction between the block and the wall is 0.5, magnitude of frictional force acting on the block. നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ കുട്ടികളെ, ഒരു വാളുണ്ട്. ദിസ് ഈസ് ദ വാൾ. നോക്കൂ,
ഈ വാളിൽ നമ്മളൊരു ബ്ലോക്ക് പ്രസ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഒരു ബ്ലോക്ക് ഇതാ. എത്ര ഫോഴ്സാണ് നമ്മൾ കൊടുത്തത്? എഫ് ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക. എഫ് ഫോഴ്സിൽ നമ്മൾ പ്രസ് ചെയ്യുന്നു. അപ്പോൾ വാൾ ഇതിന് കൊടുക്കുന്ന റിയാക്ഷൻ ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ എൻ ആണ്. എൻ എഫിന് ഈക്വൽ ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. Then what happened? It has weight which is acting downward. How much? mg. m is its mass. Then ഇതിന് എങ്ങോട്ട് സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉള്ളത്? ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു സ്ലിപ്പ് ഡൗൺ. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന ആരാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയായിരിക്കും നോക്കി? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയായിരിക്കും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. മ്യൂ എൻ എന്ന് പറയരുത്. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആണ് മ്യൂ എൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. ഈ സിറ്റുവേഷനിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയായിരിക്കും? എം ജിക്ക് ഈക്വൽ ആയിരിക്കും. അതിൽ കൂടുതലായിരിക്കില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് മൂവിങ് അപ്പ് ഓർ ഡൗൺ. ദെയർഫോർ വാട്ട്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു എം ജി. സോ സിമ്പിൾ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് എന്ന് എഴുതാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതിൻ്റെ മാക്സിമം വാല്യൂ എത്തിയിട്ടുണ്ടോ നമുക്കറിയില്ല. ഓക്കെ, പക്ഷെ അത് എം ജിക്ക് ഈക്വൽ ആണെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എം എത്രയാണ്? 0.1. ജി എത്രയാണ്? ജി എം എത്രയാണ്? 0.1. ജി നമുക്ക് 9.8 എടുക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 9.8 ഈസ് ഈക്വൽ ടു 0.98. ദാറ്റ് ഈസ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. 0.98. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. മാക്സിമം എത്രയായിരിക്കും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം എഫ് എസ് മാക്സ് കണ്ടുപിടിക്കുകയാണ്. മ്യൂ എൻ എന്ന് വരും. മ്യൂ എൻ എന്ന് പറഞ്ഞാൽ എഫ് ആണ്. ദെർഫോർ മ്യൂ എഫ് അല്ലേ? മ്യൂ എഫ് എന്നും എഫ് ഈക്വൽ ആണ്. നോക്കിയാൽ ഡയഗ്രാം നോക്കൂ. മ്യൂ എൻ എന്ന് പറഞ്ഞാൽ മ്യൂ എഫ് ആണ്. മ്യൂ എത്രയാണ് കുട്ടികളെ? 0.5. മ്യൂ എഫ് എത്രയാണ്? 0.5. ഹൊറിസോണ്ടൽ ഫോഴ്സ് 5. 0.5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 2.5 ന്യൂട്ടൺ ആണ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ 2.5 ആണ്. പക്ഷേ ഇവിടുത്തെ ആൻസർ 2.5 അല്ല. ഇതെല്ലാവരും കുട്ടികളെല്ലാം സാധാരണ ഇങ്ങനെ തെറ്റിക്കാറുണ്ട്. ദിസ് ഈസ് റോങ്. അതല്ല. ഇവിടെ എത്രയാണ്? 0.98 വരെ. ഇത് സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. ഈ സിറ്റുവേഷനിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0.98 ആണ്. അല്ലാണ്ട് അതിൻ്റെ മാക്സിമം വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 2.5 അല്ല ആൻസർ. 2.5 ഈസ് നോട്ട് ദ ആൻസർ. wrong doing this is right. Now അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ നോക്കൂ. A small block of mass 0.1 kg lies on a fixed inclined plane PQ which makes an angle theta with horizontal. The horizontal force 1 Newton acts on the block through its center of mass as shown in figure. Block remains stationary. See, ബ്ലോക്ക് സ്റ്റേഷനറി ആണെന്ന് പറയുന്നു. ഇഫ് സ്റ്റേഷനറി ആവണേൽ തീറ്റ എത്രയായിരിക്കണം എന്നൊക്കെയാണ് ചോദ്യം. കുട്ടികളെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? എം ജി ഈസ് ആക്ടിങ് ലൈക്ക് ദിസ്. നോർമൽ റിയാക്ഷൻ ഈസ് ആക്ടിങ് ലൈക്ക് ദിസ്. ദീസ് ആർ ദ ഫോഴ്സസ്. എം ജിയുടെ കമ്പോണൻറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? എം ജി സൈൻ തീറ്റ ഇങ്ങോട്ടുണ്ടാവും. എം ജി സൈൻ തീറ്റ. ലെറ്റ് മീ ഡ്രോ ദാറ്റ്. ഓക്കെ, അത് ഞാനൊന്ന് വരച്ച് കാണിക്കാം. എം ജിയുടെ ഒരു കമ്പോണൻറ്റ് എം ജി സൈൻ തീറ്റ. ഈ 1 ന്യൂട്ടൺ ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് അതെന്തായിരിക്കും? അതിൻ്റെ കമ്പോണൻ്റ് കൂടെ എഴുതാം. സി ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടാണെന്ന് നമുക്കറിയില്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് ലെറ്റ് മീ സപ്പോസ് ഇറ്റ് ഈസ് അപ്വേർഡ് ലൈക്ക് ദിസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇത് 1 ന്യൂട്ടൺ എന്നുള്ളത് ഞാൻ എഫ് എന്ന് എടുക്കുക കേട്ടോ. എഫ് ഇതെത്രയാണ്? എം ജി. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് തീറ്റ ആയിരിക്കും. നിങ്ങൾക്ക് വെയിറ്റ് ദാറ്റ് ആംഗിൾ വിൽ ബി ഇത് ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. അതുപോലെ ഈ ആംഗിൾ തീറ്റയാണെന്ന് നിങ്ങൾക്കറിയാം. റെസൊല്യൂഷൻ അറിയാം. ആംഗിൾ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് സ്റ്റേഷനറി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് കുട്ടികളെ? എഫ് പ്ലസ് നോക്കി, എഫ് പ്ലസ് എഫ് മുകളിലോട്ടാണ്, പ്ലസ് എഫിൻ്റെ കമ്പോണൻറ്റ് മുകളിലോട്ടാണ്, എഫ് കോസ് തീറ്റ. ഓക്കെ, അതെന്തിന് ഈക്വലാണ്? മൈനസ് എം ജി സൈൻ തീറ്റ. അത് താഴേക്കായോണ്ട് മൈനസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. നെറ്റ് പോ 0 ആയിരിക്കണം.
F upward, therefore positive. F cos theta. F എന്നുള്ളത് എത്രയാണ് 1. ഓക്കെ, ഇവിടെ നോക്കിയേ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമുക്ക് എത്ര കിട്ടി? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ വി ഗെറ്റ് എം ജി എത്രയാണ് കുട്ടികളെ? എം ജി 1 ആണ്. നോക്കൂ, എം ജി 1 എഫും 1 ആണ്. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടി. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. എന്തുകൊണ്ടാണ്? എം 0.1 ജി 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 ആണ്, എം ജി എന്ന് പറയുന്നത് 1 ആണ്, എഫും 1 ആണ്. അപ്പോൾ ഇത് 1 ഇത് 1. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഇത് 0 ആകുന്നത് എപ്പോഴാണ്? ഇത് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്? സി വെൻ, നോക്കൂ, വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 45 ആണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0 ആയിരിക്കും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0 ആയിരിക്കും. ഇനി തീറ്റ 45ൽ കൂടുതലാണെങ്കിൽ, ഗ്രേറ്റർ ആണെങ്കിൽ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ആയിരിക്കും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പോസിറ്റീവ് ആയിരിക്കും 45ൽ കൂടുതലാണെങ്കിൽ. ഇനി തീറ്റ ലെസ് ദാൻ 45 ആണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്വേർഡ്. ഐ ഹാവ് ടേക്കൺ ദിസ് ഡയറക്ഷൻ പോസിറ്റീവ് ചിൽഡ്രൻ. ഈ ഇക്വേഷൻ എഴുതുമ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തിട്ടാണ് ഞാൻ എഴുതിയത്. അപ്പോൾ തീറ്റ 45ൽ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? സൈൻ തീറ്റയുടെ വാല്യൂ, സൈൻ ഫംഗ്ഷൻ ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ, കൊസൈൻ ഫംഗ്ഷൻ ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. 45ലാണ് അത് രണ്ടും എന്താകുന്നത്? ഈക്വൽ ആകുന്നത്. 45ൻ്റെ അപ്പുറത്ത് പോവുകയാണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ കോസ് തീറ്റയ്ക്ക് കഴിഞ്ഞും കൂടുതലായിരിക്കും. 45ൻ്റെ ഇപ്പുറമാണെങ്കിൽ, 45ൽ കുറവാണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ കോസ് തീറ്റയുടെ വാല്യൂവിനേക്കും കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ നെഗറ്റീവ് ആയിരിക്കും. സി, അപ്പോൾ ഈ സംഭവം എല്ലാം ഉണ്ടോ എന്ന് നോക്കി. എപ്പോഴാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് 0 ആകുന്നത് നോക്കൂ. ഫ്രിക്ഷണൽ ഫോഴ്സ് 0 ആകുന്നത് തീറ്റ 45 ആകുമ്പോൾ. തീറ്റ ഗ്രേറ്റർ ദാൻ 45 എന്ത് സംഭവിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്വേർഡ് ആയിരിക്കും നമ്മൾ വിളിച്ചു. തീറ്റ ഗ്രേറ്റർ ദാൻ 45 ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ഓൺ ദ ബ്ലോക്ക് ടുവേഴ്സ് പി. ടുവേഴ്സ് പി ആണോ? അല്ല. തീറ്റ ഗ്രേറ്റർ ദാൻ 45 ആണെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് അപ്വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും, അപ്വേർഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ടുവേഴ്സ് ക്യൂ ആയിരിക്കും. തീറ്റ ഗ്രേറ്റർ ദാൻ 45 ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ ബ്ലോക്ക് ടുവേഴ്സ് ക്യൂ. ദാറ്റ് ഈസ് കറക്റ്റ്. ഫ്രിക്ഷൻ ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ടിങ് ടുവേഴ്സ് അപ്പ്. തീറ്റ ലെസ് ദാൻ 45 ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ഓൺ ദ ബ്ലോക്ക് ടുവേഴ്സ് ക്യൂ. ലെസ് ദാൻ 45 ഫ്രിക്ഷൻ ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? താഴേക്കായിരിക്കും ലെസ് ദാൻ 45ൽ. എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ടിങ് ടുവേഴ്സ് പി. ക്യൂ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഇവിടെ 2 എണ്ണം കറക്റ്റാണ്. ഏതൊക്കെയാണ്? എയും സിയും കറക്റ്റാണ്. എ ആൻഡ് സി ബോത്ത് ആർ കറക്റ്റ്. നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യണം ആൻസർ. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് 0 ആവാം, അപ്വേർഡ് ആവാം, ഡൗൺവേർഡ് ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദിസ് തീറ്റ. ഇവിടെ 2 എണ്ണം കറക്റ്റായിട്ട് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അഡ്വാൻസിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു. മോർ ദാൻ 1 കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനുള്ള ക്വസ്റ്റൻ ആണ്. അത് നിങ്ങൾ കണ്ടു പേടിക്കേണ്ട. നിങ്ങളുടെ മെയിന് ഒറ്റ ഒരെണ്ണേ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 9th question. Look at 9th question. A block of mass 1 kg lies on a horizontal surface in a truck. The coefficient of static friction between the block and the surface is 0.6. Okay. If the acceleration of the truck is 5 meters per second square, frictional force acting on it is. ഞാൻ ട്രക്ക് വരയ്ക്കാം. ദിസ് ഈസ് ദ ട്രക്ക്. ലെറ്റ് മീ ഡ്രോ ഇറ്റ് അഗെയിൻ. ഇതാണ് നമ്മുടെ ട്രക്ക്. ഓക്കെ, ട്രക്ക് ഇതാ അതിൻ്റെ വീല്. വാട്ട് ഈസ് ദ ട്രക്ക് ഡൂയിങ്? ട്രക്ക് ഈസ് ഗോയിങ് വിത്ത് ആക്സലറേഷൻ എ. ഈ ട്രക്കിൻ്റെ മുകളിലാണ് എന്തുള്ളത്? ഒരു ബ്ലോക്ക് ഉള്ളത്. ദ ബ്ലോക്ക് ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രക്ക്. ട്രക്കിൻ്റെ ഡ്രൈവർ നോക്കുമ്പോൾ ട്രക്കിൻ്റെ ഡ്രൈവർ തിരിഞ്ഞു നോക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ ബ്ലോക്ക് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞാൽ ബ്ലോക്കിൻ്റെ ആക്സലേഷൻ ട്രക്കിൻ്റെ ആക്സലേഷൻ സെയിം ആയിരിക്കണം. ഇല്ലേ? എന്നല്ലേ റെസ്റ്റിലാവുള്ളൂ. ഇതിൻ്റെ ആക്സലേഷൻ എ ആയിരിക്കും. ബ്ലോക്ക് ഈസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രക്ക്. ഇനിയും ഞാൻ ചോദിച്ചോട്ടെ, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ ഈ ബ്ലോക്ക് ആക്സലേറ്റ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ട്രക്ക് ഇറ്റ് വിൽ മൂവ് ബാക്ക്വേർഡ്. ട്രക്കിലിരിക്കുന്ന ഡ്രൈവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ബ്ലോക്ക് സ്ലിപ്പ് ചെയ്യുന്ന പുറകോട്ട് പോകുന്നതായിട്ട് കാണും. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ റെസിസ്റ്റ് ദാറ്റ് ഇമ്പെൻഡിങ് മോഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോർവേഡ് ആയിരിക്കും. ഫോർവേഡ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മസ്റ്റ് ബി ഫോർവേഡ് അല്ലേ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മസ്റ്റ് ബി ഇൻ ദിസ് ഡയറക്ഷൻ.
static friction must be in this direction. Forward ആയിരിക്കണം. ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഇതിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത്. വേറെ ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. mg ഉണ്ട്, പക്ഷെ ഞാനത് കെയർ ചെയ്യുന്നില്ല, കാരണം അത് വെർട്ടിക്കൽ ഫോഴ്സ് അല്ലേ. n ഉണ്ട്, mg n-ന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ആർ ഓൾ കറക്റ്റ്. ബട്ട് വാട്ട് ഈസ് ദ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ? ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ദ ഫോഴ്സ് ഈസ് ഓൺലി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ F ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ma മാസ് ടൈംസ് ആക്സിലറേഷൻ. F ഈസ് ഈക്വൽ ടു ma. ദാറ്റ്സ് ഓൾ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദിസ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു മാസ് എത്രയാണ് കുട്ടികളെ? മാസ് 1 kg. എ എത്രയാണ്? എ 5. അപ്പോൾ 5 ന്യൂട്ടൺ ആണ് ആൻസർ. 5 ന്യൂട്ടൺ. ഇവിടെയും കുട്ടികൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികൾ തെറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് കാണുമ്പോഴേ അവരെന്ത് ചെയ്യും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് കാണുമ്പോഴേ μn എന്ന് എഴുതും. ഇവിടെ n mgക്ക് ഈക്വലാണ്. μn എന്ന് എഴുതും. എന്നിട്ട് μmg എന്ന് എഴുതും. എന്നിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി. എം തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് 6 ന്യൂട്ടൺ ആൻസർ കിട്ടും. നിങ്ങൾ വിചാരിക്കും അതായിരിക്കും ആൻസർ. നോ, ദാറ്റ് ഈസ് റോങ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം വാല്യൂ അല്ല ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ at present in this scenario? What is the static friction? That is the question. Static friction is self-adjusting force ആണെന്നും it can take any value from 0 to maximum. That should also be known to you. Don't make this type of mistake. This is wrong. Don't do this. This is right. F is equal to ma. That's all. Newton's laws of motion. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കുട്ടികളെ. Look. A block of mass m rests on a horizontal floor with which it has a coefficient of static friction mu. Okay. It is decided to make the body move by applying minimum possible force F. നിങ്ങൾ അതിനെ മൂവ് ചെയ്യിക്കണം. It should move by applying minimum force. എത്ര മിനിമം ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ അത് മൂവ് ചെയ്യും. Find the magnitude of F. This is very, very, very important. പല ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ട് പല എക്സാമിനും ചോദിച്ച ആൻസറാണ്. പല എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഞാനിവിടെ വരയ്ക്കാൻ പോവുകയാണ്. നോക്കൂ, ഇതൊരു ബ്ലോക്കാണ്. ഇതിനെ എനിക്ക് മൂവ് ചെയ്യിക്കണം. ഈ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആദ്യമേ ഞാൻ എഴുതാം. നോക്കിയേ, എം ജി ഈസ് ആക്ടിങ് ഡൗൺ. ലുക്ക്, എം ജി ഈസ് ആക്ടിങ് ഡൗൺ. ഓക്കെ, നോർമൽ റിയാക്ഷൻ ഈസ് ആക്ടിങ് അപ്പ്. ദെൻ ദീസ് ആർ ദ ഫോഴ്സസ്. എം ജി, നോർമൽ റിയാക്ഷൻ. ഇനി ഞാൻ ഇതിനെ മൂവ് ചെയ്യിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും കുട്ടികളെ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യപ്പെടും. അതൊരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. ഇവിടെ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വളർന്ന് മാക്സിമം വാല്യൂ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്രയും ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്താൽ ഇത് മൂവ് ചെയ്യാമല്ലോ. ഇതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾ സാധാരണ ചെയ്യുന്നത് എന്താ? എഫ് ഈസ് ഈക്വൽ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ എഫ് എസ് മാക്സ് ഈസ് ഈക്വൽ ടു മ്യൂ എം ജി മ്യൂ എൻ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ എം ജി നിങ്ങൾ കണ്ടുപിടിക്കും. റോങ് ആണ് ആൻസർ. കാരണം ഇത്രയും ഫോഴ്സ് ഇല്ലാണ്ട് തന്നെ എനിക്ക് ഇതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഏത്? മ്യൂ എം ജി ഫോഴ്സിനെക്കഴിഞ്ഞും കുറവ് ഫോഴ്സിൽ എനിക്ക് ഇതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈ സാധനം ഉണ്ടല്ലോ, അത് നോർമൽ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം ഞാൻ നോർമൽ റിയാക്ഷനെ കുറയ്ക്കുകയാണെങ്കിൽ, ജുഡീഷ്യസ്ലി കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ കുറയ്ക്കാം. ദെയർബൈ ഐ ക്യാൻ മേക്ക് ഇറ്റ് മൂവ് വിത്ത് ലെസ് ഫോഴ്സ് ദാൻ മ്യൂ എം ജി. എങ്ങനെയാണെന്ന് നോക്കാം. സി, അതെങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ലെറ്റ് മീ ഡു ഇറ്റ്. അതെങ്ങനെ സാധിക്കുമെന്ന് നോക്കാം നമുക്ക്. ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കൂ കുട്ടികളെ. ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഐ എം ഗോയിങ് ടു അപ്ലൈ ഫോഴ്സ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. എഫ് ഫോഴ്സ് അറ്റ് ആൻ ആംഗിൾ വാട്ട്? തീറ്റ. എഫിന് 2 കമ്പോണൻ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതെന്താണ്? എഫ് കോസ് തീറ്റ ആൻഡ് എഫിന് വേറൊരു കമ്പോണൻ്റ് കൂടിയുണ്ട്, എഫ് സൈൻ തീറ്റ. ഇപ്പം നോർമൽ റിയാക്ഷൻ എത്രയായിരിക്കും നോക്കൂ. സാധാരണ നോർമൽ റിയാക്ഷൻ എം ജി അല്ലായിരുന്നോ? നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എം ജി അല്ലായിരുന്നോ? പക്ഷേ ഇപ്പോൾ എം ജി ഒക്കെ കഴിഞ്ഞും കുറവായിരിക്കും. എം ജി മൈനസ് എഫ് സൈൻ തീറ്റ. എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? എൻ പ്ലസ് എഫ് സൈൻ തീറ്റയാണ് എം ജി. ഇത് രണ്ടും കൂടെ കൂട്ടുകയാണെങ്കിൽ ഇത് കിട്ടണം.
കാരണം ഇറ്റ് ഹാസ് നോ വെർട്ടിക്കൽ ആക്സലറേഷൻ. വെർട്ടിക്കൽ ഫോഴ്സ് ബാലൻസ്ഡ് ആയി. നോർമൽ റിയാക്ഷൻ കുറഞ്ഞതുകൊണ്ട് ഈ സാധനം കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ സാധനത്തിന്റെ മാക്സിമം വാല്യൂ എത്തിയ മ്യൂ എൻ ആണ്. അപ്പൊ എഫ് കോസ് തീറ്റ ഈക്വൽ ടു ദിസ് വൺ. നോക്കൂ, ഇനിയും ഞാൻ യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഏതാന്ന് നോക്കി, എഫ് കോസ് തീറ്റ. എഫ് കോസ് തീറ്റ ഏതിനെ മറികടക്കണം? സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനെ മറികടക്കണം. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എത്രയാ? മ്യൂ എൻ ആണെങ്കിൽ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. എഫ് കോസ് തീറ്റ മസ്റ്റ് ബി ഈക്വൽ ടു മ്യൂ എൻ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി മൂവ്ഡ്. ഇനി എന്നിന് ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി, മുകളിൽ ഞാൻ എൻ എഴുതിയിട്ടില്ലേ? അപ്പോൾ എഫ് കോസ് തീറ്റ ഈക്വൽ ടു മ്യൂ അതുപോലെ എഴുതി, എന്നിന് എം ജി മൈനസ് എഫ് സൈൻ തീറ്റ എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുന്നു? എഫ് ഒന്നിപ്പിക്കുന്നു. എഫ് ഉള്ള ടേമുകൾ ഒന്നിപ്പിക്കുക. ഇവിടെ കോസ് തീറ്റ ഉണ്ട്, എഫ് ഞാൻ കോമൺ ഔട്ട് ചെയ്യാം. എഫ് കോമൺ ഔട്ട് ചെയ്തു. അവിടുന്ന് മ്യൂ വന്നു, സൈൻ തീറ്റ ഇങ്ങോട്ട് വന്നു, പോസിറ്റീവായി. ഇവിടെ ഓൾറെഡി കോസ് തീറ്റ ഉണ്ട്, കോസ് തീറ്റ. അപ്പുറത്തെ മ്യൂ എം ജി. മ്യൂ എം ജി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ, പേടിക്കണ്ട. അപ്പം എഫ് എത്രയാണ് കുട്ടികളെ? എഫ് ഈസ് ഈക്വൽ ടു മ്യൂ എം ജി അല്ല ഡിവൈഡഡ് ബൈ മ്യൂ എം ജി ഡിവൈഡഡ് ബൈ വാട്ട്? മ്യൂ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ഇപ്പം എഫിൻ്റെ മിനിമം വാല്യൂ എത്ര നിങ്ങൾക്ക് കിട്ടിയെന്താ? എഫ് ഈസ് ഈക്വൽ ടു മ്യൂ എം ജി. ലെറ്റ് മീ കണ്ടിന്യൂ. നമുക്ക് കിട്ടിയ ഒന്നുകൂടെ ഞാൻ ഇവിടെ എഴുതാം. വാട്ട് യു ഗോട്ട് ഈസ് ദിസ്: ഫോഴ്സ് ടു ബി അപ്ലൈഡ് ഈസ് ഈക്വൽ ടു മ്യൂ എം ജി ബൈ വാട്ട്? മ്യൂ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ഇപ്പം എഫ് മിനിമം ആവുന്നത് എപ്പോഴാണ്? ഇതൊരു കോൺസ്റ്റന്റ് ആണ്. മ്യൂ എം ജി ഈസ് എ കോൺസ്റ്റന്റ്. മ്യൂ എം ജി ആർ ഓൾ കോൺസ്റ്റന്റ്. നിങ്ങൾക്ക് ഈ തീറ്റ വേരി ചെയ്യാം. തീറ്റ യു ക്യാൻ വേരി, യു ക്യാൻ അപ്ലൈ ദ ഫോഴ്സ് അറ്റ് എനി ആംഗിൾ യു ലൈക്ക്. അപ്പോൾ തീറ്റ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഈ എഫ് വേരി ചെയ്യും. എപ്പോഴാണ് എഫ് മിനിമം ആവുക? ഈ താഴത്തേതിന് മാക്സിമം വാല്യൂ ആകുമ്പോൾ എഫ് മിനിമം ആവും. വേണമെങ്കിൽ നിങ്ങൾ താഴത്തെ എടുത്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യൂ, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യൂ, തീറ്റ കണ്ടുപിടിക്കൂ. തീറ്റ കണ്ടുപിടിച്ചാൽ പിന്നെ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ ഇതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയാണ് മാക്സിമം വാല്യൂ? നിങ്ങൾക്കറിയാലോ, എ സൈൻ തീറ്റ വൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് വൈ മാക്സ്? വൈയുടെ മാക്സിമം വാല്യൂ എത്രയാ? റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മാത്സ് പഠിക്കുന്ന എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. വൈയുടെ മിനിമം വാല്യൂ എത്രയാ? വൈ മിൻ ഈസ് ഈക്വൽ ടു റൂട്ട് മൈനസ് റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. വൈയുടെ മാക്സിമം മിനിമം അറിയാം. നിങ്ങൾക്ക് ഫോഴ്സിൻ്റെ മിനിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. യു വാണ്ട് മിനിമം വാല്യൂ ഓഫ് ഫോഴ്സ്. ഫോർ ദാറ്റ് യു വാണ്ട് മാക്സിമം വാല്യൂ ഓഫ്, നോക്കി, മ്യൂ എം ജി. ഈ സാധനം മാക്സിമം ആകുമ്പോഴാണ് ഇത് മിനിമം ആവുന്നത്. ഇതിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? ഇവിടെ എ എന്ന് പറയുന്നത് മ്യൂ, ബി എന്ന് പറയുന്നത് 1. റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ റൂട്ട് മ്യൂ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഈസ് 1. ദാറ്റ് ഈസ് ദ മിനിമം വാല്യൂ. ദാറ്റ്സ് എ മിനിമം വാല്യൂ യു ഹാവ് ടു അപ്ലൈ. അപ്പം മ്യൂ എം ജിയെ കഴിഞ്ഞും കുറവുള്ള ഒരു വാല്യൂ ആണിത്. ദിസ് ഈസ് സംതിങ് ലെസ് ദാൻ മ്യൂ എം ജി. മ്യൂ എം ജിയെ കഴിഞ്ഞും കുറവുള്ള, കാരണം ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ കുട്ടികളെ? മ്യൂ സ്ക്വയർ പ്ലസ് 1 എന്നല്ലേ? അപ്പം മ്യൂ എം ജി ഫോഴ്സ് വേണ്ട നമുക്ക് ഇതിനെ മൂവ് ചെയ്യിക്കാൻ. മ്യൂ എം ജിയെ കഴിഞ്ഞും കുറവൊരു ഫോഴ്സിൽ നമുക്ക് മൂവ് ചെയ്യിക്കാം, പ്രൊവൈഡഡ് ദാറ്റ് യു അപ്ലൈ ദാറ്റ് ഫോഴ്സ് അറ്റ് സം സർട്ടൺ ആംഗിൾ. ഈ ആംഗിൾ എത്ര? അറ്റ് വാട്ട് ആംഗിൾ? അറ്റ് ഏത് ആംഗിളിലാണ്? അറ്റ് ആൻ ആംഗിൾ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ. എനിക്ക് എങ്ങനെ കിട്ടി? ടാൻ ഇൻവേഴ്സ് മ്യൂ ആംഗിളിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് എങ്ങനെ മനസ്സിലായി? ചിലപ്പോൾ നിങ്ങളോട് ആംഗിൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? ടാൻ ഇൻവേഴ്സ് മ്യൂ. എങ്ങനെ കിട്ടി? എനിക്കറിയാം ഇതിൻ്റെ മിനിമം ആവണമെങ്കിൽ ഇത് മാക്സിമം ആവണ്ടേ? ഇത് മാക്സിമം ആണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആവണ്ടേ? ആലോചിച്ച് നോക്കൂ. എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഡി ബൈ ഡി തീറ്റ ഓഫ് മ്യൂ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മസ്റ്റ് ബി 0. അത് മാക്സിമം ആകുമ്പോഴാണ് എഫ് മിനിമം ആവുന്നതെന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് മ്യൂ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. ഡെറിവേറ്റീവ് എടുത്തു, 0 ആയിരിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താ? മ്യൂ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് വന്നു, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ എന്ന് വന്നു. So 2 things you have to keep it in your memory here. 2 things you have to keep it in your memory. What are they? What is the minimum force?
that is not equal to mu mg divided by something. ആ സംതിങ് ഓർത്തിരിക്കണം. റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് മ്യൂ സ്ക്വയർ പ്ലസ് 1. ഏത് ആംഗിൾ ഇത് അപ്ലൈ ചെയ്യണം? ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് അറ്റ് ആൻ ആംഗിൾ സച്ച് ദാറ്റ് ടാൻ ഓഫ് ദാറ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു മ്യൂ ഓർ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഏതൊക്കെ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കണം, ഈ ആംഗിൾ എത്രയായിരിക്കണം. സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കേട്ടോ, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ദാറ്റ് മസ്റ്റ് ബി ദെയർ ഇൻ യുവർ മൈൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഇതൊക്കെയാണോ? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ആരും ലൈവ് ഉപേക്ഷിച്ചിട്ട് പോകരുത്. പോകുന്നവർ നഷ്ടം സഹിക്കേണ്ടി വരും. കാരണം ഞാൻ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി കുട്ടികളെ. അടുത്ത ക്വസ്റ്റ്യൻ എ വയർ. നിങ്ങൾ നോക്കിയേ, ദിസ് ഈസ് ശ്രദ്ധിച്ചിരിക്കണം. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ നിങ്ങൾ. എ വയർ വിച്ച് പാസസ് ത്രൂ ദ ഹോൾ ഇൻ എ സ്മോൾ ബീഡ് ഈസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ ക്വാർട്ടർ ഓഫ് എ സർക്കിൾ. കണ്ടോ? ഇതൊരു വയർ, ഇവിടെ ഒരു ബീഡുണ്ട്, ഒരു മുത്ത് അല്ലേ? നമ്മൾ മാലയൊക്കെ കോർക്കുന്ന മുത്തില്ലേ, അതിനെയാണ് ബീഡ് എന്ന് പറയുന്നത്. ദ വയർ ഈസ് ഫിക്സ്ഡ് വെർട്ടിക്കലി ഓൺ ദ ഗ്രൗണ്ട് ആസ് ഷോൺ. ഇത് വെർട്ടിക്കലി വെച്ചേക്കുക ഗ്രൗണ്ടിൽ. The bead is released from near the top of the wire and is slide along the wire without friction. Friction illa. Okay. As the bead moves from A to B, force it applies on the wire. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫോഴ്സ് ഇറ്റ് അപ്ലൈസ് ഓൺ ദ വയർ. ബീഡ് വയറിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. അത് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ബീഡ് ഈ സ്ട്രിങ്ങിൽ അപ്ലൈ ആ ബീഡ് ഈ വയറിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഫോഴ്സ് ഓൺ ദ ബീഡ് ബൈ വയർ കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ നോക്കൂ, എ ബിക്ക് കൊടുക്കുന്ന ഫോഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ബോഡി ബിക്ക് കൊടുക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ബി എക്ക് കൊടുക്കുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചാലും മതി. ബിക്കോസ് ദീസ് ആർ ഓൾ ആക്ഷൻ റിയാക്ഷൻ പെയർസ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ബീഡ് സ്ട്രിങ്ങിന് കൊടുക്കുന്ന ഫോഴ്സ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ മെത്തേഡുകളില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഈ വയർ ബീഡിന് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കും. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ലുക്ക് ഹിയർ. നിങ്ങളുടെ കയ്യിൽ ഒരു വാളുണ്ട്, വാൾ ഒരു ബോള് നമ്മൾ ഈ വാളിനിട്ട് എറിഞ്ഞു എന്ന് വിചാരിക്കുക. സി, എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബോൾ ഓൺ ദ വാൾ? ബോൾ ഓൺ ദ വാൾ എന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ബോൾ ബൈ വാൾ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാം. എന്തുകൊണ്ടാ? ഈ ബോളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ബോളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് കോണ്ടാക്ട് ടൈം കൊണ്ട് ചേഞ്ച് ഇൻ മൊമെന്റം ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് ഓൺ ദ ബോൾ ബൈ ദ വാൾ കിട്ടും. ദാറ്റ് ഈസ് ഈസി. ബട്ട് ഫോഴ്സ് ഓൺ ദ വാൾ ബൈ ദ ബോൾ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് മെത്തേഡ് ഇല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചുള്ള സാധനം കണ്ടുപിടിക്കും. എന്നിട്ട് പറയും ദീസ് ടു ഫോഴ്സ് ആർ ആക്ഷൻ റിയാക്ഷൻ പെയർസ് ആൻഡ് ദേ മസ്റ്റ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഇവിടെയും അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വാട്ട് ഐ ആം ഗോയിങ് ടു ഡു? ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ വയർ ഓൺ ദ ബീഡ്. ബീഡ് ഇവിടെയാണെന്ന് വിചാരിച്ചു, സംവെയർ ഹിയർ, അവിടെ എത്തിയെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വേണ്ട, കുറച്ചുകൂടെ താഴേക്ക്, അല്ലെങ്കിൽ ഇവിടെ എത്തിയെന്ന് വിചാരിച്ചു. ബീഡ് ഈസ് ഹിയർ, ബീഡ് ഈസ് there at an angle theta. ബീഡ് അവിടെയാണെന്ന് വിചാരിക്കും. at an angle theta with vertical. this is theta. ആദ്യമേ തന്നെ അതിൽ ഈ വയർ ബീഡിന് കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ ബീഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം ഞാൻ എഴുതാം. ഒന്ന് എം ജി ഈസ് ആക്ടിങ്. അതുപോലെ ഈ വയർ ഉണ്ടല്ലോ, ബീഡിൽ കൊടുക്കുന്ന റിയാക്ഷൻ ഫോഴ്സ്, അത് ചിലപ്പം റേഡിയലി ഇൻ ആവാം, റേഡിയലി ഔട്ട് ആവാം, വി ഡോണ്ട് നോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ലെറ്റ് മീ കൺസിഡർ ഇറ്റ് ടു ബി ഇൻ ദിസ് ഡയറക്ഷൻ, ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക, എൻ. ഓക്കെ, ഇനി നോക്കൂ കുട്ടികളെ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാൻ പോവുക. ഏത് ഡയറക്ഷനിലാണ്? ഈ റേഡിയൽ ഡയറക്ഷനിൽ. അപ്പം ഞാൻ ഒരു ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കണം, റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ ഞാൻ പോസിറ്റീവ് എടുക്കാൻ പോവുക. കാരണം എന്താണെന്നറിയോ, ഈ എന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതേ ഫോഴ്സ് തന്നെയായിരിക്കും ബീഡ് ഈ വയറിന് കൊടുക്കുന്നത്. ഈ എൻ എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുത്താൽ ഞാൻ കണ്ടുപിടിക്കുന്നത്? നോക്കൂ, വാട്ട് ഈസ് എൻ?
N is the force exerted by the wire on the bead. mg is the weight of the bead. ഓക്കെ, അത്ര കിട്ടി. ഇനി ഇവിടെ ബീഡിന് ഒരു കാര്യം കൂടെ പറയാം. സർട്ടൺ വെലോസിറ്റി ഉണ്ടാവും ഇല്ലേ? ആ വെലോസിറ്റി അത് അക്വയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ സർട്ടൺ ഹൈറ്റ് എച്ചിൽ നിന്നത് ഇവിടെ അതിന് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ ഉള്ളത്. എച്ച് ഹൈറ്റിലെ പൊട്ടൻഷ്യൽ എനർജിയാണ് അവിടുത്തെ കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ എനിക്ക് ഈ വി കണ്ടുപിടിക്കാൻ പറ്റും. ഹൗ വിൽ ഐ ഫൈൻഡ് വി? ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ജി എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിപ്പോൾ എത്രമാത്രം ഹൈറ്റ് താഴേക്ക് വന്നോ അതാണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh എന്ന് കിട്ടി. 2gh ഞാൻ എന്താ ഇതേ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഇക്വേറ്റ് ചെയ്തു. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഇതിൻ്റെ റേഡിയസ് r ആണെങ്കിൽ എച്ച് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, എച്ച് ഈസ് ഈക്വൽ ടു r മൈനസ് r കോസ് തീറ്റ അല്ലേ? അല്ലെങ്കിൽ r ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അതാണ് എച്ച്. എച്ച് ഈസ് ഈക്വൽ ടു r ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. r എന്ന് പറഞ്ഞാൽ എത്രയാ? ഇവിടുന്ന് ഇവിടം വരെ r കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്. അപ്പോൾ ഈ ടോട്ടൽ ലെങ്തിൽ നിന്ന് ആറിൽ നിന്ന് r കോസ് തീറ്റ കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് എച്ച് കിട്ടുമെന്ന്. അതവിടെ ഇരിക്കട്ടെ, അതെനിക്ക് ആവശ്യമായിട്ട് വരും. ഇനി ഞാൻ ന്യൂട്ടൻ്റെ ലോ അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ ഈ n എന്ന് പറയുന്ന ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തു, റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തു. അപ്പോൾ ഈ ഡയറക്ഷൻ നെഗറ്റീവ് എടുക്കണം. എം ജി കോസ് തീറ്റ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ n നോക്കൂ കുട്ടികളെ, n അത് പോസിറ്റീവ്, റേഡിയലി ഔട്ട്വേർഡ് പോസിറ്റീവ്. n മൈനസ് എം ജി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു n മൈനസ് എം ജി കോസ് തീറ്റ ഈക്വൽ ടു മാസ് ടൈംസ് ആക്സലറേഷൻ. മാസ് m, ആക്സലറേഷൻ v സ്ക്വയർ ബൈ r. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ഏത് ഡയറക്ഷനാണ് പോസിറ്റീവ് എടുത്തത്? ഔട്ട്വേർഡ് ഡയറക്ഷനാണ് പോസിറ്റീവ് എടുത്തത്, ശരിയല്ലേ? പക്ഷേ ഇത് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആണ്, ആക്സലറേഷൻ ടുവേഴ്സ് ദ സെൻറ്റർ ആണ്. ദെയർഫോർ ദർ മസ്റ്റ് ബി എ മൈനസ് ദെയർ. ഞാൻ ഔട്ട്വേർഡ് ഞാൻ പോസിറ്റീവ് എടുത്തു കുട്ടികളെ. ഐ ഹാവ് ടേക്കൺ പോസിറ്റീവ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ ഞാൻ പോസിറ്റീവ് എടുത്തു, അതുകൊണ്ട് ഇത് പോസിറ്റീവ്. ഈ എം ജിയുടെ കമ്പോണൻ്റ് ഉണ്ടല്ലോ, എം ജി കോസ് തീറ്റ. എന്തുകൊണ്ടാണ് കോസ് തീറ്റയൊക്കെ വരാൻ കാരണം? ഇത് തീറ്റയാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എം ജി കോസ് തീറ്റ അത് നെഗറ്റീവാണ്, ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. അതും നെഗറ്റീവാണ്, കാരണം അത് റേഡിയലി ഇന്നാണ്. റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനാണ് ഞാൻ പോസിറ്റീവ് എടുത്തത്. ഞാൻ എന്നിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. എന്നിൻ്റെ ഇക്വേഷൻ n ഈസ് ഈക്വൽ ടു n, എം ജി കോസ് തീറ്റ അങ്ങോട്ട് പോയി, എം ജി കോസ് തീറ്റ മൈനസ് എം ബൈ ആർ ഇൻറ്റു വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2gh. 2gh എന്ന് പറഞ്ഞാൽ r ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഞാൻ എഴുതിയ നോക്കൂ, ഞാൻ വി സ്ക്വയറിന് എന്ത് ചെയ്തു? വി സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. 2gh, വി സ്ക്വയറിന് 2gh കൊടുത്തു, എച്ചിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, r ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇനി എനിക്ക് വെട്ടിക്കളയാൻ പറ്റുന്ന എല്ലാം വെട്ടിക്കളയാൻ പറ്റുമെന്ന് നോക്കാം. നോക്ക്, r വെട്ടിക്കളഞ്ഞു, എം ജി, എന്നിട്ട് നമുക്ക് എം ജി കോസ് തീറ്റ. ഓക്കെ, ദെൻ ലെറ്റ് us കണ്ടിന്യൂ. n ഈസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ. അവിടെ എത്ര? 2mg കോസ് തീറ്റ. അത് പോസിറ്റീവാണ്. 3mg കോസ് തീറ്റ, 3mg കോസ് തീറ്റയായി. പിന്നെ മൈനസ് 2mg എം ജി ഞാൻ കോമൺ ഔട്ട് ചെയ്യുക. n ഈസ് ഈക്വൽ ടു എത്ര കിട്ടി കുട്ടികളെ? n ഈസ് ഈക്വൽ ടു 3 കോസ് തീറ്റ മൈനസ് 2. എം ജി കോമൺ ഔട്ട് ചെയ്തു. ദെൻ വാട്ട് ഐ ഹാവ് ഈസ് 3 കോസ് തീറ്റ മൈനസ് 2. n ഈസ് ഈക്വൽ ടു 3 കോസ് തീറ്റ മൈനസ് 2. ഇത് ആർക്ക് കൊടുക്കുന്ന ഫോഴ്സാണ്? ഈ ബീഡിന് കിട്ടിയ ഫോഴ്സാണ്. നമുക്ക് ബീഡ് കൊടുക്കുന്ന ഫോഴ്സാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ്. അതിനെ n ഡാഷ് എന്ന് വിളിച്ചു. n ഡാഷ് ഈസ് ദ ഫോഴ്സ് ഗിവൺ ബൈ ദ ബീഡ് ഓൺ ദ വയർ. അപ്പോൾ n ഡാഷ് എന്താണ്? മൈനസ് n ആണ്. n ഡാഷ്, റിമെമ്പർ, n ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് n ആണ്. അപ്പം ഞാൻ എഴുതാൻ പോവുകയാണ് n ഡാഷ് ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ഐ ഗെറ്റ്? എം ജി അതുപോലെ എഴുതി. പിന്നെന്താ? 2 മൈനസ് 3 കോസ് തീറ്റ. ഈ ഫംഗ്ഷൻ നോക്കൂ, ഈ ഫംഗ്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം. ഈ ഫംഗ്ഷൻ ഇനീഷ്യലി പോസിറ്റീവ് ആണ്, 0 ആംഗിളിൽ. നോക്കൂ, ഇത് ഞാൻ ഒന്ന് അടുത്ത പേജിലേക്ക് എഴുതാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ട് ഷുഡ് ഐ വാണ്ട്? n ഡാഷ് ഈസ് ഈക്വൽ ടു എം ജി
then what? 2 minus 3 cos theta. ആണല്ലോ. ഇനീഷ്യലി ഇത് പോസിറ്റീവാണ്. പക്ഷേ when cos theta equal to, when cos theta is equal to 2/3 ആവുമ്പോൾ ഇതെന്ത് സംഭവിക്കും? n-0 ആവും. അപ്പോൾ ഇനീഷ്യലി പോസിറ്റീവ്, അത് കഴിയുമ്പോൾ ഇത് നെഗറ്റീവ് ആവും. ഇനീഷ്യലി പോസിറ്റീവ്, then 0, then നെഗറ്റീവ്. ഇനീഷ്യലി പോസിറ്റീവ്, ഏത് ഡയറക്ഷനാണ് ഞാൻ പോസിറ്റീവ് എന്ന് പറഞ്ഞേ? റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനാണ് പോസിറ്റീവ്. റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? റേഡിയലി ഇനീഷ്യലി, വാട്ട് ഡിഡ് ഐ സേ? ഇനീഷ്യലി, സോറി ഞാൻ പറഞ്ഞ മാറിപ്പോയി. ഇനീഷ്യലി നെഗറ്റീവ്, ശരിയല്ലേ? ഓക്കെ, ഗുഡ്. വ്യൂസിനെ കുറിച്ച് കുറച്ച് കുട്ടികൾ പലതും പറയുന്നുണ്ട്. ഈ JEE മെയിൻ ക്ലാസ്സിലുണ്ടല്ലോ, വ്യൂ ഞങ്ങൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. വ്യൂസ് ഒക്കെ പിന്നെ വന്നോളൂ. പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കുക, കിട്ടുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. ദാറ്റ് ഈസ് ഇനഫ് ഫോർ അസ്. ഞാൻ പറഞ്ഞത് നേരെ മാറിപ്പോയി അല്ലേ? ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ θ0 ആകുമ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇനീഷ്യലി നെഗറ്റീവ്, പിന്നെ 0, ദെൻ പോസിറ്റീവ്. ഇനീഷ്യലി നെഗറ്റീവ്, then 0, then പോസിറ്റീവ്. ഇതല്ലേ സംഭവിക്കുന്നത്? ഫോർ സം 0 to ദിസ് ആംഗിൾ കോസ് ഇൻവേഴ്സ് 2/3 വരെ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റേഡിയലി ഇൻ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയലി ഇൻ, then 0, then what? റേഡിയലി ഔട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കി. റേഡിയലി ഇൻ ഇനീഷ്യലി ആൻഡ് റേഡിയലി ഔട്ട്വേർഡ് ലേറ്റർ. റേഡിയലി ഇൻ ഇനീഷ്യലി, റേഡിയലി ഔട്ട്വേർഡ് ലേറ്റർ. ആ ഫംഗ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവണം കുട്ടികളെ. ഡി ആണ് ആൻസർ കേട്ടോ. ഇനീഷ്യലി റേഡിയലി ഇൻ ആയിരിക്കും, ഒരു പർട്ടിക്കുലർ ആംഗിൾ എത്തുമ്പോൾ 0 ആവും, പിന്നെ റേഡിയലി ഔട്ട് ആവും. ബീഡ് ഇതിന് കൊടുക്കുന്ന ഞാൻ വരച്ച് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്വാർട്ടർ സർക്കിൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു സർക്കിൾ. ദിസ് എ സർക്കിൾ. ഇങ്ങനെയല്ലേ, ഒരു ക്വാർട്ടർ അല്ലേ ഉള്ളത് നമുക്ക്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ലുക്ക്, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഞാൻ കാണിക്കാൻ പോവുക. ബീഡ് ഇതിന് കൊടുക്കുന്ന ഫോഴ്സ് ഇനീഷ്യലി റേഡിയലി ഇൻ ആയിരിക്കും. നോക്കൂ, അതിങ്ങനെ കുറഞ്ഞു വരും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടല്ലോ, റേഡിയലി ഇൻ കുറഞ്ഞ് എന്താവും? 0 ആവും. പിന്നെ എന്താ? റേഡിയലി ഔട്ട് ആവും. റേഡിയലി ഔട്ട് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ഡയറക്ഷൻ, റേഡിയലി ഔട്ട്. അത് കൂടും താഴേക്ക് വരും തോറും. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. റേഡിയലി ഇൻ, then 0, then റേഡിയലി ഔട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, 12th ക്വസ്റ്റ്യൻ. 15 ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ. ഒരു 3 എണ്ണം കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. എ ബോൾ ഓഫ് മാസ് 0.5 kg is attached to the end of a string having length 0.5 meter. The ball is rotated on a horizontal circular path about vertical axis. The minimum tension that the string can bear is 324. അത് 18ന്റെ സ്ക്വയർ ആണ് കേട്ടോ. 18ന്റെ സ്ക്വയർ ആണ് 324. മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് ആംഗുലാർ വെലോസിറ്റി. നോക്കൂ കുട്ടികളെ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ സംഭവമേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ആംഗിൾ തന്നിട്ടില്ല, ഞാൻ തീറ്റ എന്ന് കരുതുക. തീറ്റ. അപ്പോൾ ഈ ആർ എനിക്ക് കണ്ടുപിടിക്കാം. എന്താ? L sin തീറ്റ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്? വൺ ഈസ് mg, അനദർ ഈസ് ടെൻഷൻ. ടെൻഷനും mg. അപ്പോൾ എനിക്ക് 2 ഇക്വേഷൻ എഴുതാം. ഏതൊക്കെയാ? ഒന്ന് ടെൻഷൻ്റെ ഒരു കമ്പോണൻറ്റ് T cos തീറ്റ വിച്ച് ഈസ് അപ്വേർഡ്. T cos തീറ്റ ഒന്ന് ആലോചിച്ച് നോക്കി.
ടി കോസ് തീറ്റ എങ്ങോട്ടാണെന്ന് നോക്കൂ. ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജിക്ക് ഈക്വൽ ആയിരിക്കും. എം ജിക്ക് ഈക്വൽ ആണ്. ബിക്കോസ് ദർ ഇസ് നോ വെർട്ടിക്കൽ മോഷൻ ഓർ നോ വെർട്ടിക്കൽ ആക്സിലറേഷൻ. ഇനി ടി സൈൻ തീറ്റ ഉണ്ടല്ലോ, ടി സൈൻ തീറ്റ അതിനെ ബാലൻസ് ചെയ്യാൻ ആരുമില്ല. നോ വൺ ഈസ് ദർ ടു ബാലൻസ്. അത് ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ കണ്ടുപിടിക്കാനുള്ള മാർക്കാണ് എഫ് ഈസ് ഈക്വൽ ടു എം എ. എം എ എന്ന് പറഞ്ഞാൽ എന്താ? വി സ്ക്വയർ ബൈ ആർ. വി സ്ക്വയർ ബൈ ആർ എം വി സ്ക്വയർ ബൈ ആർ. ഇനി നോക്കിയ കുട്ടികളെ, നമുക്ക് ഒരു കാര്യം ചെയ്യും. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ടി മാക്സ്. ഇവിടെ നമ്മൾ ഇത്ര കഷ്ടപ്പെടണ്ട. ഫസ്റ്റ് ഇക്വേഷൻ്റെ ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ്റെ ആവശ്യം ഇല്ല. നോക്കട്ടെ, നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ദ മാക്സിമം ടെൻഷൻ ദാറ്റ് ദ സ്ട്രിങ് maximum tension. Let me see, something is wrong somewhere. T sin theta. Tension is equal to sin theta നമുക്ക് R by L എന്ന് എഴുതാം അല്ലേ? R by L. Somewhere something is wrong. Let me see once again. The maximum possible value of angular velocity of there is the problem. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി അല്ല. എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഒരെണ്ണം മതി. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ്റെ ആവശ്യമില്ല. ഒറ്റ ഇക്വേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റും. എന്താണ്? ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ കമ്പോണൻ്റ് ടെൻഷൻ്റെ ഈ കമ്പോണൻ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സിനെ കൊടുക്കുന്നു. അല്ലെങ്കിൽ എം എ മാസ് ടൈംസ് ആക്സിലറേഷൻ വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതുന്നില്ല ഞാൻ. കാരണം എനിക്ക് വി അല്ല വേണ്ട, ഒമേഗയാണ്. അപ്പോൾ ആർ ഒമേഗ സ്ക്വയർ എം ആർ ഒമേഗ സ്ക്വയർ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ടി സൈൻ തീറ്റയാണ് സെൻട്രിപിറ്റൽ ഫോഴ്സിനെ കൊടുക്കുന്നത്. സെൻട്രിപിറ്റൽ ഫോഴ്സിന് എം വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം, എം ആർ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. എം വി സ്ക്വയർ ബൈ ആർ എഴുതുന്നില്ല, കാരണം എനിക്ക് ഒമേഗയാണ് വേണ്ടത്. കാരണം ഇവിടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ തീറ്റ നമ്മുടെ ഈ തന്നിട്ടില്ല. പക്ഷേ ആറ് തീറ്റയുടെ ടൈമിൽ എഴുതൂ. ആറിന് എൽ നമുക്ക് തന്നിട്ടുണ്ട്, ആറാണ് തരാത്തത്. ആറിന് നമുക്ക് എൽ സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പം ടി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ആറിന് എൽ സൈൻ തീറ്റ എന്ന് എഴുതി. പിന്നെ ഒമേഗ സ്ക്വയർ അതുപോലെ എഴുതി. അപ്പം ടി ഈസ് ഈക്വൽ ടു വാട്ട് ഡിഡ് ഐ ഗെറ്റ്? എം എൽ ഒമേഗ സ്ക്വയർ. എം എൽ ഒമേഗ സ്ക്വയർ കിട്ടി. ഇനിയും നമുക്കൊരു കൺസ്ട്രെയിൻ ഉണ്ട്. എന്താ കൺസ്ട്രെയിൻ എന്നറിയാവോ? ഇതിന് മാക്സിമം എത്ര ടെൻഷൻ വരെ പറ്റുള്ളൂ? 324 വരെ പോവാം. അത് ഞാൻ അപ്പുറം പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെൻഷൻ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സി ദ കണ്ടീഷൻ, ടെൻഷൻ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 324. So whatever the tension is, that should not exceed 324. അപ്പോൾ ടെൻഷൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതുക? എം എൽ ഒമേഗ സ്ക്വയർ എഴുതുക. എം എൽ ഒമേഗ സ്ക്വയർ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 324. എനിക്ക് ഒമേഗയാണ്. ഒമേഗ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 324 ഡിവൈഡഡ് ബൈ എം എൽ ബട്ട് അണ്ടർ സ്ക്വയർ റൂട്ട്. എന്ന് പറഞ്ഞാൽ ഒമേഗയ്ക്ക് ലോവർ ലിമിറ്റ് ഇല്ല, ബട്ട് ഇറ്റ് ഹാസ് ആൻ അപ്പർ ലിമിറ്റ്. ഒമേഗ കനോട്ട് എക്സീഡ് സർട്ടൻ വാല്യൂ. വാട്ട് ഈസ് ദാറ്റ്? ഒമേഗ മാക്സ്. Omega max is equal to root 324 divided by ml. 324 divided by ml. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം എത്രയാണ് കുട്ടികളെ? എം 0.5, എല്ലും 0.5. അപ്പോൾ 1/2 ഇൻറ്റു 1/2 4 മുകളിലോട്ട് പോകും ഇല്ലേ? ഒമേഗ മാക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 324. ഞാൻ പറഞ്ഞു 324ൻ്റെ സ്ക്വയർ റൂട്ട് 18 ആണ്, 4ൻ്റെ 2. അപ്പോൾ 18 ഇൻറ്റു 2 36 ആൻസർ വന്നു. 36 റേഡിയൻ പെർ സെക്കൻഡ്. 36 റേഡിയൻ. ഇറ്റ് കനോട്ട് എക്സീഡ് മോർ ദാൻ 36 റേഡിയൻ പെർ സെക്കൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 13th ക്വസ്റ്റ്യൻ നമ്പർ 13. A bob of mass m is suspended by a massless string of length L.
The horizontal velocity v at the position A is just sufficient to make it reach the point B. ഇവിടെ കൊടുത്തിട്ടുള്ള വെലോസിറ്റി ഇതിനെ ഇവിടെ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ വെർട്ടിക്കൽ സർക്കുലാർ മോഷൻ ജസ്റ്റ് സഫിഷ്യൻ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി റൂട്ട് GR എന്നുള്ളത് L. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും? V എത്രയായിരിക്കും കുട്ടികളെ? V എന്ന് പറഞ്ഞാൽ റൂട്ട് 5GL. ഈ ക്രിറ്റിക്കൽ മോഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? റൂട്ട് 5GR. R എന്ന് പറയുന്നത് ഇവിടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് R. അപ്പം condition the horizontal velocity v at a point A is just sufficient to make it reach the point B. The angle theta at which the speed of the bob is half that of A. ഇവിടുത്തെ വെലോസിറ്റി v ആണെങ്കിൽ ഇവിടുത്തെ v/2 ആകുന്ന ആംഗിൾ എത്ര എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ ആംഗിൾ അറ്റ് വിച്ച് ദ വെലോസിറ്റി ബിക്കംസ് ഹാഫ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യുക. കാരണം ദ വർക്ക് ഡൺ ഓൺലി ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വിച്ച് ഈസ് കൺസർവേറ്റീവ്. സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ വർക്ക് ചെയ്യുന്നില്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ദ ടോട്ടൽ എനർജി മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ എച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ഈ എച്ച് അല്ലേ, എച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ഈ എച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടുപിടിച്ച ഓർമ്മയുണ്ടോ? L R എന്നുള്ളത് L മൈനസ് L കോസ് തീറ്റ. H ഈസ് ഈക്വൽ ടു ലുക്ക് ഹിയർ, എച്ച് എന്ന് പറയുന്നത് L ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ്. H ഈസ് ഈക്വൽ ടു L ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വെയിറ്റ് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ഹാഫ് mv² ഈസ് ഈക്വൽ ടു ബോട്ടത്തിലെ ടോട്ടൽ ഹാഫ് mv² ഈക്വൽ ടു mgh പ്ലസ് ഹാഫ് mv/2 ഹോൾ സ്ക്വയർ. v/2 ഹോൾ സ്ക്വയർ. മനസ്സിലായോ എന്താ ചെയ്തതെന്ന്? അവിടുത്തെ വെലോസിറ്റി v/2 ആവണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ v എന്നുള്ളത് v/2. അത് ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടി കുട്ടികളെ? നമുക്ക് m വെട്ടിക്കളയാം. 2 അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഹാഫ് m വെട്ടിക്കളയാം. അപ്പോൾ v² ഈസ് ഈക്വൽ ടു 2gh പ്ലസ് v²/4 എന്ന് കിട്ടി. അതിപ്പുറം വരട്ടെ. 3v²/4 ഈസ് ഈക്വൽ ടു 2gh. 3v²/4 ഈസ് ഈക്വൽ ടു 2gh. ഇനി ഞാൻ വിയും എച്ചും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3/4 v² എന്ന് പറഞ്ഞാൽ എത്രയാ? റൂട്ട് 5gl. റൂട്ട് 5 അത് റൂട്ട് പോകും. 5gl ഈസ് ഈക്വൽ ടു 2g. എച്ചിന് ഞാൻ എന്ത് കൊടുക്കുന്നു? L ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. L ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് ജിയും എല്ലും രണ്ടിടത്തു നിന്നും വെട്ടിക്കളയാം. GL. അങ്ങനെ എനിക്ക് എന്ത് കിട്ടി? 15 1 മൈനസ് കോസ് തീറ്റ. 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു ഇവിടെ 15/8 എന്ന് കിട്ടി. അങ്ങനെ കോസ് തീറ്റയുടെ വാല്യൂ എനിക്ക് കിട്ടി. കോസ് തീറ്റയുടെ 1 മൈനസ് 7/8 എന്ന് കിട്ടി. -7/8. അത് എത്രയാണ് നമുക്കത് കണ്ടുപിടിച്ച് വെക്കാം. -8 8 64 0.8 സംതിങ്, 0.8 സംതിങ്, -0.8 സംതിങ്. ഇത് ഏത് ക്വാഡ്രൻറ്റിൽ വരുമെന്ന് നിങ്ങൾ അറിയണം. ഏത് ക്വാഡ്രൻറ്റിലാണ് വരിക? ഫസ്റ്റ് മൈനസ് അല്ലേ? കോസ് തീറ്റയുടെ വാല്യൂ മൈനസ് ആവുന്ന എത്രയാണ്? എവിടെയൊക്കെയാണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റും തേർഡ് ക്വാഡ്രൻറ്റും അല്ലേ? അപ്പോൾ ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരാനാണ് സാധ്യത. സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഇതല്ല, നോട്ട് ദിസ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഇതേതാണ്? ഇതും ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ ചാൻസ് ഇതും മാത്രമേ ഉള്ളൂ. ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റാണ്, ഇതും സെക്കൻഡ് ക്വാഡ്രൻ്റ് തന്നെയാണ്. പൈ വരെ സെക്കൻഡ് ക്വാഡ്രൻ്റ്. ഇത് ഏതാണെന്ന് അറിയണമെങ്കിൽ 3π/4 വാല്യൂ നമുക്കറിയാമല്ലോ. 3π/4 കോസ് 3π/4. ലുക്ക്, കോസ് 3π/4 വാല്യൂ -1/√2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.707. അപ്പോൾ ഇത് 3π/4 കഴിഞ്ഞും വലിയൊരു വാല്യൂ ആയിരിക്കണം, വലിയൊരു ആംഗിൾ ആയിരിക്കണം. അപ്പോൾ ഏതാണ്? 3π/4 കഴിഞ്ഞും വലുത്, പയ്യെ കഴിഞ്ഞും കുറവ് എന്ന് പറഞ്ഞാൽ D is the right thing. ഏത് ക്വാഡ്രന്റിലാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പഠിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? ഡു യു നോ? ഞാൻ ഗ്രാഫ് വരച്ച് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. നിങ്ങൾ മാത്സ് പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് നൺ ഓഫ് ബൈ ബിസിനസ് ടു സേ ദാറ്റ്. ഇങ്ങനെയല്ലേ കുട്ടികളെ കൊസൈൻ്റെ ഗ്രാഫ്? കോസ് ഗ്രാഫ് പൈ വരെ എന്ത് ചെയ്യുകയാണ്? ഡിക്രീസിങ് ഫംഗ്ഷനാണ് പൈ. ഇത് നിങ്ങൾക്ക് π/2 ആണെന്നറിയാം. അതുപോലെ
3π/4 അതിൻ്റെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? -0.7 സംതിങ് 707. എപ്പോൾ? 3π/4. 3π/4 എനിക്ക് കിട്ടിയ 0.8 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എനിക്ക് കിട്ടിയത്, -0.8. ആ ആംഗിള് നോക്കിയേ എവിടെ വരുമെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി സംവെയർ ഹിയർ, ഓർ ഐ ആം ലുക്കിംഗ് ഫോർ ദിസ് ആംഗിൾ. അത് ആർക്കും ഇടയിലാണ്? പൈക്കും 3π/4 ഇടയിലല്ലേ, അല്ലാണ്ട് π/2 3π/4 ഇടയിലല്ല. നോട്ട് ഹിയർ. ദാറ്റ് ഈസ് വാട്ട് ഐ ടോൾഡ് യു. 3π/4 പൈക്കും ഇടയിലായിരിക്കും ആംഗിൾ, സംശയമൊന്നുമില്ല. കാരണം 3π/4 വാല്യൂ എനിക്കറിയാം, എൻ്റെ ആംഗിളിൻ്റെ വാല്യൂ എനിക്കറിയാം. അപ്പോൾ എവിടെ അത് വരുമെന്നുള്ളത് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A car is moving in a circular horizontal track of radius 10 meter with a constant speed 10 meter per second square. A plumb bob suspended from the roof of the car by a light rod. The angle made by the rod. ലൈറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് തന്നെ, ലൈറ്റ് റോഡ് ഓർ സ്ട്രിങ്. വെർട്ടിക്കലീസ്. ഇതെന്താ സംഭവം എന്നറിയാമോ? ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ട്രാക്കിൽ ഒരു കാർ ഓടുകയാണ്. അപ്പം ഇതൊരു വെർട്ടിക്കൽ ലൈൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു സിമ്പിൾ പെൻഡിൽ ഇവിടെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് അത് സ്റ്റാൻഡ് ചെയ്യും. ഇതാ, ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. റേഡിയസ് ഓഫ് ദ ട്രാക്ക് തന്നിട്ടുണ്ട്. ലെറ്റ് മീ ദിസ് വൺ ലൈക്ക് ദിസ്. ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ദിസ് ആംഗിൾ ഈസ് വാട്ട് വി വാണ്ട് ടു ഫൈൻഡ്. കാരണം ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ കാരണം എന്താ? ദിസ് ബോബ് ഹാസ് ആൻ ആക്സലേഷൻ ടുവേഴ്സ് ദ സെന്റർ ഓഫ് ദ ട്രാക്ക്, സെൻട്രിപിറ്റൽ ആക്സലേഷൻ. ഓൾവേസ് ഇറ്റ് ഗോസ് എവേ ഫ്രം ദ ആക്സലേഷൻ ഡ്യൂ ടു സ്യൂഡോ ഫോഴ്സ് ഇൻ ഇറ്റ്സ് ഫ്രെയിം. ഞാൻ സ്യൂഡോ ഫോഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഞാൻ ഈ ഗ്രൗണ്ട് ഫ്രെയിമിലാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ സി ഹിയർ, ദ ഫോഴ്സ് ഓൺ ഇറ്റ് ഈസ് mg. Not only that, there is a tension. I am going to resolve a tension. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് തീറ്റയാണെങ്കിൽ എനിക്ക് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. തീറ്റയാണെങ്കിൽ എനിക്ക് രണ്ട് ഇക്വേഷൻ എഴുതി കൂടെ. എന്തൊക്കെയാ? ടി കോസ് തീറ്റ ബാലൻസസ് mg. നിങ്ങൾ സാധാരണ പല പ്രോബ്ലത്തിലും ചെയ്യുന്ന ഇത്. ടി സൈൻ തീറ്റ പ്രൊവൈഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്, എം കോൺസ്റ്റന്റ് സ്പീഡ്, v²/r. കാരണം ഇവിടെ സ്പീഡാണ് തന്നിട്ടുള്ളത്. mr⍵² അല്ല ഞാൻ എഴുതുന്നത്. ഒമേഗ തരുവാണെങ്കിൽ mr⍵² എന്ന് എഴുതും, v തരികയാണെങ്കിൽ mv²/r. അപ്പം ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടും നിങ്ങൾക്ക്? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ v²/rg എന്ന് കിട്ടി. rg, v²/rg. v ഉണ്ട്, r ഉണ്ട്, g ഉണ്ട്, എല്ലാം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ടാൻ തീറ്റ ഈക്വൽ ടു v എത്രയാണ്? വെലോസിറ്റി 10, അതിൻ്റെ സ്ക്വയർ 100. r എത്രയാ? റേഡിയസ് ഓഫ് ദ ട്രാക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ ട്രാക്ക് എത്രയാ? 10 മീറ്റർ. ആക്ച്വലി നിങ്ങളപ്പോൾ ചോദിക്കും ഈ ഡിസ്റ്റൻസ് കൂടെ കൺസിഡർ ചെയ്യണ്ടേന്ന് ചോദിക്കും. ചെയ്യണ്ട. ഈ 10 മീറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദിസ് ഡിസ്റ്റൻസ് ഈസ് നത്തിങ്. ഓക്കെ, ആക്ച്വലി ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഏത്? ബോബിൽ നിന്ന് സെൻറ്റർ വരെയുള്ളത്. ബട്ട് ഇതെല്ലാം സംഭവിക്കുന്ന കാറിൻ്റെ ഉള്ളിലല്ലേ. അപ്പം കാർ ഈ ട്രാക്കിൻ്റെ ഉള്ളിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ? ഓക്കെ, അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡാവണ്ട. r എത്രയാണ്? 10. g എത്രയാണ്? 10. അങ്ങനെ ടാൻ തീറ്റ 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് തീറ്റ ഈസിക്കൽ ടു 45 എന്ന് കിട്ടും. 45 തീറ്റ ഈസിക്കൽ ടു 45. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ലുക്ക് ഹിയർ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ. എന്താണ് ആ ക്വസ്റ്റ്യൻ പറയുന്നത്? സ്പോട്ട് ലൈറ്റ് എസ് റൊട്ടേറ്റ്സ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ വിത്ത് constant angular velocity 0.1 radian per second. Spot of light P moves along the wall at a distance. 3 meter. The velocity of the spot when theta is equal to 45. നോക്കി കുട്ടികളെ, ഞാൻ ഇതിൻ്റെ ടോപ്പ് വ്യൂ വരച്ച് കാണിക്കാം. ടോപ്പ് വ്യൂ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു വാളും ഉണ്ട് അല്ലേ? ഒരു സ്പോട്ട് ലൈറ്റ് ആണ്. സ്പോട്ട് ലൈറ്റ് ഇത് ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പോട്ട് ഉണ്ടല്ലോ ഈ വാളിൽ ഇങ്ങനെ പല സ്ഥലത്ത് വരും അല്ലേ? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം. അപ്പോൾ അതിൻ്റെ സ്പോട്ട് ഉണ്ടല്ലോ,
ഈ വാളിൽ വന്ന് പതിക്കുകയാണ്. ഏത് ആംഗിളാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയേ, 45 ആംഗിളിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് us take then a triangle because we need it. ഈ ആംഗിൾ തീറ്റാന്ന് തൽക്കാലം കരുതുക. അത് 45 എന്ന് തന്നിട്ടുണ്ട്, തീറ്റാന്ന് കരുതുക. ഈ ഡിസ്റ്റൻസ് 3 എന്ന് തന്നിട്ടുണ്ട്. ലെറ്റ് us take it x. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് എന്താ? വെലോസിറ്റി. നമുക്ക് വേണ്ടത് ഈ സ്പോട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വേണം. അതെന്താണ് കുട്ടികളെ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് dx dt. ഇപ്പോൾ എക്സ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി കിട്ടി. വെലോസിറ്റി ഈ സ്പോട്ട് ഇത് ഇങ്ങനെ മൂവ് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ചേഞ്ച് ചെയ്യും. സോ വെലോസിറ്റി ഓഫ് ദ സ്പോട്ട് ഈസ് നത്തിങ് ബട്ട് dx dt. അപ്പോൾ എക്സിനെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? 3 tan തീറ്റ. ടി ടാൻ തീറ്റ, അതാണ് എക്സ്. അപ്പം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? dx dt. 3 tan തീറ്റേനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക 3. ടാൻ തീറ്റേൻ്റെ എന്താ? sec square തീറ്റ. പക്ഷെ തീറ്റ ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം അല്ലേ? അപ്പോൾ തീറ്റേനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇൻറ്റു വാട്ട്? sec square തീറ്റ ഇൻറ്റു d theta by dt. But d theta by dt is a constant. How much? 0.1. അതിനെയാണല്ലോ ഒമേഗ എന്ന് നമ്മൾ പറയുക. d theta by dt ആംഗുലാർ സ്പീഡ് അല്ലേ? അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 3 ഒമേഗ. ഒമേഗ ഈസ് ആംഗുലാർ സ്പീഡ്. sec square തീറ്റ. sec square തീറ്റനെ എനിക്ക് 1 by cos square തീറ്റ എന്ന് എഴുതാം. Therefore v is equal to 3 omega divided by cos square തീറ്റ. തീറ്റ 45 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 3 ഇൻറ്റു 0.1 ഇൻറ്റു cos square 45 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ 0.6 എന്ന ആൻസർ കിട്ടും. 0.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 0.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു 15 നല്ല പ്രോബ്ലംസ് ആണ് ചെയ്തു തന്നിട്ടുള്ളത്. നിങ്ങൾ ശക്തമായിട്ട് പഠിക്കുക. JEE മെയിൻ്റെയും പറ്റുമെങ്കിൽ അഡ്വാൻസിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്തിട്ട് അടുത്ത ഫേസിലേക്ക് നീങ്ങുക. ഓക്കെ, സി യു.